എനിക്ക് മലയാളം ഒഴിച്ച് വേറൊരു ഭാഷ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് തമിഴ് വിട്ടിട്ട് വേറെ ലാംഗ്വേജിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ കുറേ ഡയലോഗ് കുറേ തെറ്റുകളൊക്കെ വരുമ്പോൾ പുള്ളി എനിക്ക് വേണ്ടി കുറേ നീ കുഴപ്പമില്ല നിനക്ക് പറ്റും. ഞാൻ ടെൻഷനായി ഡയലോഗ് പുള്ളി അത്ര വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കണം, നമ്മൾ തെറ്റിക്കൊണ്ടിരിക്കണല്ല. എനിക്ക് ആദ്യം പുള്ളിനെ കടപ്പാറിപ്പോയി പടത്തിൽ നിന്ന് ത്രൂ ഔട്ട് പോകുന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡ്രസ്സ് ചെയ്തിട്ട് ഓഡിയൻസിനുണ്ട് ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ പോയി വെള്ളം ചോദിച്ചിട്ട് പോലും തന്നില്ല ഒരു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് സങ്കടം, മലയാളം ഇതുവരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയുള്ളൂ. എനിക്ക് കുമ്പളങ്ങി നല്ലൊരു പടം. ചേട്ടാ ബോഡി ഷേവിങ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ബോഡി ഷേവിങ് അപ്പ അടിച്ച് പൊളിക്കുന്നല്ല. നമ്മളൊക്കെ ആരെങ്കിലും ചെയ്യോ ബോഡി ഷേവിങ് ചെയ്യാൻ പറ്റും? നമ്മളെ പോലത്തെ ടീമിനെ മധ്യ ടീമായിരിക്കും. നിങ്ങൾ ഗ്ലാമറായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ പോലത്തെ ലുക്കുള്ള ടീമിനെ സത്യം പറയണേ. ശരിക്കും പറഞ്ഞ ഇത് ടർബോ വില്ലല്ല, പുള്ളിക്ക് വെച്ചിട്ട് ക്യാരക്ടറായിരുന്നു. അപ്പൊ പുള്ളി എന്തോ ബിസി ആയതുകൊണ്ട് അത് പുള്ളി ചെയ്തില്ല. അങ്ങനെയാണ് അവർക്ക് എനിക്ക് വീണ. പക്ഷെ ഇന്നലെ ഇറങ്ങിയ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഇന്നലെ എന്റെ അഭിനയം ഓള് കരയണ്ടായിരുന്നു. എനിക്ക് കരയിട്ടു ശരിക്കും പറഞ്ഞാൽ. അതിനൊക്കെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു പരിപാടിക്ക് ഞങ്ങളുടെ ഡാൻസിന് വേണ്ടി അവൻ ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ചെറുതാണ്, ചെക്കനാണ്. അത് കഴിഞ്ഞാൽ കാണാൻ സ്റ്റാറായിട്ട് ഞാൻ കാണണം, പിന്നെ കാണാൻ ചെക്കനാണ്. മനസ്സിലായോ? നമ്മ സ്ക്രീനിൽ കണ്ട് കൈയടിച്ച ആളെ കൂടി നമ്മ അഭിനയിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായി പുള്ളി പോയിരിക്കണേ. ഞാൻ പക്ഷെ പുള്ളിനെ ആ പടം എനിക്ക് സീനെല്ലാം പുള്ളിനെ ചീത്ത പറഞ്ഞ സീനാ പടത്തിൽ. വെറുതെ അതൊന്നും ഡയറക്ടർ പറഞ്ഞ നീ പുള്ളിനെ ഹറാസ് ചെയ്യണം കൂടെ, നീ വായിത്തോന്നത് പറയാം തമിഴില് ഞാൻ പേസാൻ ഇരിക്കേ നീ എന്നെ തെറ്റിക്കിട്ടിരിക്കല്ലായിരുന്നു. അപ്പൊ എന്നോട് പുള്ളിനെ സംസാരിക്കണത് എനിക്ക് വിറയുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ഒരാളെ പുള്ളിനെ തെറി പറയില്ല. മനപ്പൂർവ്വമായിട്ട് ആ സീനിൽ എന്നെ കൊണ്ട് ഇട്ടെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ പേടി. തമിഴ്നാട്ടിൽ പോയി അണ്ണനെ തെറിയും പറഞ്ഞിട്ടുണ്ട്. നമ്മക്ക് റെഡി കിട്ടും. പണ്ടൊക്കെ ആയിരുന്നു സ്ക്രീൻ കുത്തി കീറി പണ്ടായിരുന്നു. രജനി സാറേടാ നീ തിട്ടിരിക്കുക. വീട്ടിലെ പ്രശ്നമാണ്, വീട്ടിൽ പഠിക്കുന്ന സീനായിരുന്നു. നമുക്ക് ഇത് പഠിക്കാനുള്ള, നമുക്ക് ഈ ഡാൻസും കളിക്കണമെങ്കിൽ നടക്കണം എന്നുള്ള മൂടായിരുന്നു. അതാണ് ജീവിതം എന്നുള്ള മൂടായിരുന്നു. അങ്ങനെ 8 വരെ പോയി. രണ്ടാമത്തെ കൊല്ലം നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിട്ടു 8 2-ാം കൊല്ലം പോവാൻ. ചെന്നപ്പോ അവിടെ ഞാൻ മാത്രം ഹൈറ്റും വൈറ്റും ഉള്ള ആള്, മക്കളും ചെറുതുങ്ങളെ. ഞാൻ നോക്കുമ്പോ ഞാൻ അപ്പനെ പോലെ, ഞാൻ മക്കളെ പോലെ കൂട്ടുകാരന്മാരൊക്കെ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുരാജേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുകൂട്ടി. പക്ഷേ ചേട്ടാ കൺഗ്രാജുലേഷൻ. രാം ചരണിന്റെ ഒരു പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക, അത് മലയാളി. എനിക്ക് ഭയങ്കര സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് നമ്മൾ പറയല്ലേ, ഈ കൊച്ചി എന്ന് പറഞ്ഞ ഒരു എന്താ നിങ്ങളുടെ സ്ഥലം ഒന്ന് എനിക്ക് കറക്റ്റ് തേവര. അതുപോലൊരു കൊച്ചി സ്ലാങ് സംസാരിക്കുന്ന എന്താ ടീമേ, അങ്ങനെ ഒരാള് രാം ചരണിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു സീൻ. അത് നമ്മൾ പറയല്ലേ, തമിഴില് വിനായകൻ ചേട്ടൻ പോയി ജയിലർക്കകത്ത് പോയി നിന്ന് കട്ടക്ക് നിന്നപ്പോ ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂടി നേരിട്ട് കണ്ടാളാണ് നിങ്ങളുടെ പടത്തിനകത്തുണ്ടല്ലോ, അത്രയ്ക്ക് സന്തോഷം. പക്ഷെ ചേട്ടൻ ഇന്നലെ സിനിമ കണ്ടപ്പോഴേ കളിയാക്കും അതൊന്നും വിചാരിക്കല്ലേ. അതിലാ മറ്റേ ഒരു ക്യാരക്ടർ ട്രെയിൻ തെറ്റി മരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചേട്ടനെ തന്നെ കേട്ടോ ത്രൂ ഔട്ട് ശ്രദ്ധിച്ചത് സിനിമയിൽ. അപ്പോൾ ഒരു കരച്ചിൽ കരഞ്ഞു. മറ്റേ പടത്തിനകത്ത് അങ്ങേരും അറിയത്തില്ലേ, പിന്നെ സ്വന്തം പെങ്ങള് മരിച്ചു കിടക്കുമ്പോൾ ാണോടാ കരയുന്നതെന്ന് ജഗതി ചോദിക്കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ആ കരച്ചിൽ. ആ കരച്ചിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഒന്നുകൂടെ എനിക്കത് കരഞ്ഞു കാണിക്കാനോ. എനിക്ക് ആ കരച്ചിൽ ഫീൽ ചെയ്തില്ല. അതായത് ഇയാള് മരിച്ചു, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളല്ലേ, ഇരുത്തി പറയുവാന്ന് വിചാരിക്കില്ല. ആ കരച്ചിൽ ആ കരച്ചിൽ ഞാൻ ഇച്ചിരി ഓവറായിട്ടാണ് അവിടെ ചെയ്തത്. പക്ഷെ എന്റെ അടുത്ത് ഡയറക്ടർ വിളിച്ചിട്ട് നീ എന്താ ഞാൻ അത്രയും കരയണ്ട എന്നുള്ള നീ അങ്ങനെ കരയണം. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് പിന്നെ എനിക്ക് അഭിനയം വന്നുപോയി, നാച്ചുറൽ വന്നില്ല. അതാണ്. അപ്പൊ എനിക്ക് ആ സീനില് എനിക്ക് കരച്ചിൽ ഫീൽ ചെയ്തില്ല. അത് ഇനി മലയാളം കണ്ടതിനാണോ പറഞ്ഞില്ല, മലയാളം ആണെങ്കിലും കരച്ചിന്റെ ഭാഷയില്ലല്ലോ. അത് ഞാൻ ചെയ്തപ്പോ ഞാൻ ഓരോട്ട കരഞ്ഞിട്ടിരിക്കണം. അപ്പൊ നീ എത്ര ഓരോ കരയണ്ട എന്നത് ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, നീ കരയണ്ട. അപ്പൊ ശരിക്കും ഫോക്കസ് രാമചരണ പോണവിടെ. ഞാൻ നോക്കിയതാ. നീ എന്നെ നോക്കിയ രാമചരണൊക്കെ പോയായിരുന്നു. എന്നോട് ഇപ്പൊ കരയാനാ നാച്ചുറൽ വരലല്ലോ എനിക്ക്. വന്ന സാധനമാണല്ലേ. പിന്നെ ചേട്ടാ കരച്ചിൽ പറഞ്ഞപ്പോ തന്നെ നമ്മള് ഫസ്റ്റ് ചേട്ടൻ ഉണ്ടെന്നറിയായിരുന്നു, നമ്മൾ അങ്ങനെയാണ് തിയേറ്ററിൽ ചെല്ലുന്നത്. ഫസ്റ്റ് സീനിൽ ചേട്ടനെ ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഈ കഥയുടെ നറേഷൻ ഫുള്ള് കൊണ്ടുവന്ന് ചേട്ടനാ. അതായത് അതിനകത്ത് ക്രൂ ഫുള്ള് വമ്പൻ ടീം എന്ന് പറയും. അതായത് തെലുങ്കില് തന്നെ അത് ഒന്ന് ഹിന്ദി നടനാണ് മറ്റേ ത്രൂ ഔട്ട് ചേട്ടന്റെ കൂടെ വരുന്ന ആള്.
അല്ല കാണുമ്പോൾ തന്നെ നമ്മൾ പറയില്ല, ചിലവരെ കാണുമ്പോൾ സ്ഥിരം കള്ളം തിന്നാണ്, സ്ഥിരം ഒറ്റുകാരൻ എന്നുള്ളൊരു ഫീലായിരുന്നു അയാൾക്ക് എവിടെയും ഇങ്ങനെ തന്നിട്ട്. പക്ഷെ പുള്ളി നന്നായിട്ട്, പുള്ളിയുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? പുള്ളി കാരണം അത്രയും സീനിയർ ആണത്. എനിക്ക് പുള്ളിനെ എനിക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആണ് രാംചരനേക്കാളും കൂടുതൽ പുള്ളിനെ കൂടിയുള്ള. അതാണ്. അപ്പോൾ എനിക്ക് മലയാളം ഒഴിച്ച് വേറൊരു ഭാഷ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറൊരു ലാംഗ്വേജ്, തമിഴ് വിട്ടിട്ട് വേറെ ലാംഗ്വേജിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട്. എനിക്ക് ലാംഗ്വേജ് പറയാനത് ഡയലോഗ് എന്തായാലും നമ്മൾ പറയണമല്ലോ. ഇപ്പോൾ എനിക്ക് ഡബ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ പറയണമല്ലോ ഡയലോഗ്. അപ്പം അങ്ങനെ കുറേ ഡയലോഗ് കുറേ തെറ്റുകളൊക്കെ വരുമ്പോൾ പുള്ളി എനിക്ക് വേണ്ടി കുറേ നീ കുഴപ്പമില്ല നിനക്ക് പറ്റും, ഞാൻ ടെൻഷനായി. ഡയലോഗ് പുള്ളി അത്രയും വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കണം, നമ്മൾ തെറ്റിച്ചോണ്ടിരിക്കണല്ല. എനിക്ക് ആദ്യം പുള്ളിനെ കടപ്പറിപ്പോയാൻ പുള്ളിനെ കൂടിയാണല്ലോ അത്രയും വലിയ ആർട്ടിസ്റ്റ്. നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു വിജയുടെ മറ്റേ നൻപലിൻ്റെ ഹിന്ദി റീമേക്കിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ അത്. അപ്പം അങ്ങനത്തെ ആളെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് നമ്മൾ കിളി പോയി. രാമചരനെ കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിരുന്നു. പക്ഷെ പുള്ളി നമുക്കറിയാലോ, നമ്മളും സിനിമയൊക്കെ കാണുന്നത് പുള്ളി. പക്ഷെ എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തെന്നുള്ള സിനിമ. എനിക്ക് വേണ്ടി ഭയങ്കര സമയം എടുത്ത് നീ ചെയ്താൽ മതി, കുഴപ്പമില്ല, എൻ്റെ കാര്യം നീ വിട്ടോ, നീ നിന്റെ അത് കറക്റ്റ് ചെയ്തോ, കുഴപ്പമില്ല, എൻ്റെ നോക്കണ്ടെന്നുള്ള സീൻ. ആ പുള്ളി തന്നെ എന്നോട് എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് പുള്ളി നീ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ മതി. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ആർട്ടിസ്റ്റാണ്. തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, അല്ലാതല്ല പറഞ്ഞു. പുള്ളി പറഞ്ഞു നിനക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറൊക്കെ ഉണ്ട്, നീ ശ്രമിക്കുന്നുള്ള സീൻ. അങ്ങനെ ആ പുള്ളിനെ എനിക്ക് അങ്ങനെ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടി. ഓ സൂപ്പർ. ഈ പടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പടം കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. കുമ്പളങ്ങി നൈറ്റ്സിൽ ആ നായികയുടെ കൂട്ടുകാരി പറയുന്നൊരു ഡയലോഗുണ്ട്. അതിനകത്തെ പേരെങ്ങനെയായിരുന്നു? കുമ്പളങ്ങി പ്രശാന്ത് ആ കണ്ണടിയും വെച്ച് ഇപ്പം അങ്ങോട്ട് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ കെട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് കാണുമ്പോൾ ഓക്കെ, അത് പറഞ്ഞതൊക്കെ നായിക പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷെ അതൊരു ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാട്ടോ എനിക്കത് ഫീൽ ചെയ്തു. എനിക്കത് ഫീൽ ചെയ്യാനുള്ള കാരണം നിറം കുറഞ്ഞവർ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മളോടൊക്കെ പറയത്തില്ലേ പല്ല് പൊങ്ങിയവർ, മോണ കാണുന്നത്, ഞാനതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും മോണ കാണുമേ എനിക്ക്. ഞാനതൊക്കെ കുറേ ബോഡി ഷേവിങ് അനുഭവിച്ചിട്ടുണ്ട്. അത് സിനിമയിലേക്ക് വരുമ്പോൾ നിനക്ക് ലൈനോ എന്നുള്ളൊരു സീനുണ്ടല്ലോ, അത് വരുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തായിരുന്നു. നോക്ക് എന്ന് പറയുമ്പോൾ എന്നാ ഇവനെ കാണാൻ എന്നാ കുഴപ്പമില്ല. അന്ന് അതേ സ്ഥാനം ഈ രാംചരൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ അവർ ലുക്കിലെ ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കില്ല, അവർക്ക് അങ്ങനത്തെ ഒരു ആ പടം അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ പോണത്. അതെ. അപ്പൊ ഞാനിവിടെ നിന്ന് മലയാളി പോകുമ്പോൾ അങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സാറെന്നുള്ളത് അങ്ങനത്തെ ഒരു മാറ്റം അങ്ങനത്തെ ഇതൊന്നും കേട്ടോ. കളറ് അങ്ങനൊന്നും അവര് നമ്മൾ ബോഡി ഷേമിങ് എന്നുള്ളതൊന്നും നമ്മളെ കൊണ്ട് ജയിച്ചിട്ടില്ല. പക്ഷെ ആ പാറ്റേൺ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതാണ് നമ്മുടെ ലുക്ക്. ഞാൻ ആ ഡ്രസ്സ് ചെയ്തിട്ട് ഓഡിയൻസിന് മുന്നിൽ ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ പോയി വെള്ളം ചോദിച്ചിട്ട് പോലും തന്നില്ല ഒരു ദിവസം. ജൂനിയർ ആർട്ടിസ്റ്റ് അതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞോളാം, നീ അപ്പൊ കൊണ്ട് തന്നോളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവൻ തന്നെ എനിക്ക് കൊണ്ടുവരുന്ന തരേണ്ടി വന്നു. അല്ല, ഞാൻ ഈ ഡ്രസ്സ് അവരുടെ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചൊരു കോസ്റ്റ്യൂമാണ്, മൊത്തം ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെയാണ്. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഞാനൊരു ആ കാറ്റഗറി ഉള്ളവരില്ലേ, നമ്മുടെ ഫിഗർ ലുക്കൊക്കെ കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ പിന്നെ ഇവർ തപ്പി കിടക്കണം എവിടെയാന്ന് മനസ്സിലാക്കാൻ. ഞാൻ സിഗരറ്റൊക്കെ ഒരിക്കാൻ മാറിയത് ഇവരെന്നെ തപ്പി കിടക്കണം എവിടെ. ബാക്കിയുള്ളവരെ എവിടെ വെച്ചാൽ കണ്ടുപിടിക്കും, അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ്റെ ഉള്ളിലേക്ക് കയറി അതിന് മാത്രം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടേ, ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഇടയിലേക്ക് കയറി നമ്മളെവിടെ നിന്ന് പിടിക്കാൻ കിട്ടില്ല. ചേട്ടൻ കുറച്ച് മുമ്പ് ഭാഷയുടെ കാര്യം പറഞ്ഞു, തമിഴ് അറിയാം, മലയാളം അറിയാം. തെലുങ്കിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് ഡയലോഗ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇത് നിർത്തണമല്ലോ, അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ മനസ്സിലാക്കണമല്ലോ. ഈ ഡയലോഗ് നമുക്ക് കാരണം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഡയലോഗും കൂടെ നമ്മൾ പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഈ തെലുങ്ക് കമ്മ്യൂണിക്കേഷൻ? അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവും, മലയാളം പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഇത്തിരി നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ തെലുങ്കില് അതിനെ ഇത് ചെയ്തത്? തെലുങ്കിൽ ഞാൻ പുള്ളിപ്പോ ഫസ്റ്റ് ക്യൂ ചെയ്താൽ നോക്കി ആ ഡയലോഗും പുള്ളിയുടെ ലാസ്റ്റ് ഡയലോഗിന്റെ എൻഡിങ് പോർഷൻ ഞാൻ ഓർത്തിരിക്കും. അതൊക്കെ തന്നെ കളി. അല്ലാതെ നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ പുള്ളിയാണ്. അപ്പൊ ബൊമ്മറാണി സാറാണ് നിൽക്കണം. ആ പുള്ളി ഫസ്റ്റ് ഡയലോഗും ഫസ്റ്റ് എന്താണ് പുള്ളി ഫസ്റ്റ് ഡയലോഗിന്റെ ഫസ്റ്റ് സെന്റൻസും അവസാന സെന്റൻസും ഇങ്ങനെ എന്റെ മനസ്സിൽ ഇട്ടേക്കും. പിന്നെ പുള്ളി പറയണനുസരിച്ച് എനിക്ക് അവിടെ നിന്ന് കാര്യം എനിക്കൊരു തമിഴ് അറിയാൻ ഒരു ഏടിയ ഉണ്ടായിരുന്നല്ലോ. എനിക്കതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത്, അവന് തമിഴ് അറിയാന്നുള്ളതുകൊണ്ട്. കാരണം
ബിച്ചുബാബു സാറിന് കന്നഡ മാത്രം അറിയാള്. പുള്ളി ഹിന്ദി വീക്കാണെന്ന് തോന്നുന്നത്. എനിക്ക് ഹിന്ദി കുറച്ച് എനിക്ക് വരും, തട്ടിമുട്ടി ഞാൻ പറയും. എന്നാലും പുള്ളി എനിക്ക് വന്ന് പറഞ്ഞിരുന്നു ഇന്ന പോലെ കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാവും പുള്ളി പറയണൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ ചെയ്തു. ഈ പറയുന്ന ഈ ഒരു സംവിധായകൻ അല്ലെങ്കിൽ തമിഴ്, ആദ്യം മലയാളം, തമിഴ്, പിന്നെ ഇങ്ങോട്ടേക്കൊരു തെലുങ്ക്, ഈ ഓഫർ വന്നപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വിളിക്കുകയാണ് ഇന്ന പോലൊരു പടമുണ്ട്, ഇത് ആരാണ് ഈ ഓഫറിലേക്ക് വന്നത്? ചേട്ടൻ എങ്ങനെയാണ് അവിടോട്ട് പോയത്? എനിക്ക് ഫസ്റ്റ് വിളി വന്നത് നമ്മുടെ റഷീദ് സാർ, പട്ടൺ റഷീദ് സാർ. പുള്ളിയെ വഴിയായിട്ട് എനിക്ക് പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫസ്റ്റ് എനിക്ക് വിളി വന്ന. അപ്പോൾ പുള്ളിനെ ഇതുപോലെ ചെന്നൈയിൽ വെച്ചൊരു ദിവസം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൂട്ടിന് പോയപ്പോൾ, തമിഴ് പടം ഷൂട്ടിന് പോയപ്പോൾ ഇന്നലെ പെട്ടെന്ന് റഷീദ് സാർ അവിടെ എൻ്റെ റൂമിൽ തൊട്ടപ്പുറം റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിനെ പോയി മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ നമ്പർ കൊടുത്തതെന്ന് തോന്നുന്നത്, അങ്ങനെയൊന്നും തോന്നുന്നത് എനിക്കറിയില്ല, ഓർമ്മയില്ല. പുള്ളി എന്നെ വിളിക്കണം, ഇങ്ങനെ ഒരു പടമുണ്ട്, തെലുങ്ക് ഒരു പടമുണ്ട്, രാംചരൻ്റെ പടമാണ്, അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു നല്ല പടമാണ്. ഞാൻ അപ്പോഴും ഇത്രയും വലിയ ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ അവിടെ എന്നോടൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു വരാം, എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ആ സമയത്ത് എത്താം. അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടുകയാണ്, ഫ്ലൈറ്റൊക്കെ കിട്ടുകയാണ്. അവിടെ എത്തി ഡയറക്ടറെ കണ്ട്, ഓഫീസിൽ ചെന്ന് ഡയറക്ടറെ കണ്ട്, ഡയറക്ടർ എന്ന് പറയാൻ സംസാരിച്ചു. പടം അതെനിക്ക് കഥ ഒന്ന് തമിഴ് അറിയാവുന്നവനെ കൊണ്ട് കഥയൊന്നും എനിക്ക് പറഞ്ഞു, എൻ്റെ ഒരു പോർഷൻ മാത്രം പറഞ്ഞു. കഥ മൊത്തം സ്റ്റോറി പറഞ്ഞില്ല, എൻ്റെ ഒരു ക്യാരക്ടർ എന്താണ് ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പണിയെടുക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ്, എനിക്ക് വെതറാൻ പറ്റിയൊരു സംഭവം അങ്ങനെ ചെയ്താണ്. അപ്പം അങ്ങനെയാണ് പുള്ളിനെ കണ്ട് പുള്ളി അവർ ഓക്കെ ആയിരുന്നു. കാരണം എൻ്റെ ഇൻസ്റ്റയിൽ ഒരു ഐഡിയ, എൻ്റെ ഇൻസ്റ്റയിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോച്ചർ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ആനവേട്ട അപ്പം അതിൻ്റെ ആ മൂവിൻ്റെ അടുത്തൊരു ക്ലിപ്പ് ഞാൻ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോട്ടോയും കൂടി അവർ കണ്ടപ്പോൾ ആ ക്യാരക്ടർ, കുറുമായ ക്യാരക്ടർ അവർക്ക് അങ്ങോട്ട് ഇറച്ചി നമ്മ ഓക്കെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ടർബോ വില്ലല്ല, പുള്ളിക്ക് വെച്ചിട്ട് ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ പുള്ളി എന്തോ ബിസി ആയതുകൊണ്ട് അത് പുള്ളി ചെയ്തില്ല. അങ്ങനെയാണെന്ന് അവർക്ക് എനിക്ക് വീണ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അങ്ങനെ പോയി ചെയ്ത്. ഓക്കെ, ഇനിയാണ് മെയിൻ ക്വസ്റ്റ്യൻ, ഞങ്ങൾ മലയാളികൾ കാത്തിരുന്ന ക്വസ്റ്റ്യൻ. പറയൂ, എന്താണ്? രാം ചരനുമായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ചിരഞ്ജീവി, മകൻ രാം ചരൺ, ഇവരിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരാളെ നേരിട്ട് കാണുമ്പോൾ മറ്റവരെയൊക്കെ പുതിയ ആൾക്കാരാണ്. ഇപ്പം പറഞ്ഞാൽ മറ്റേ സാർ എന്ന് പറഞ്ഞാൽ അഭിനയമാണ്, അത് നമുക്ക് ഓക്കെയാണ്. പക്ഷെ രാം ചരൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണുമ്പോൾ അച്ഛൻ കളിച്ച ഡാൻസ് പോലും നമ്മൾക്ക് വരും, ഇല്ലേ? നിങ്ങളൊരു ഡാൻസറും കൂടെയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ എന്നോട് സംസാരിച്ചത് സാറെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നമ്മളെ വിളിക്കണം. അങ്ങനെയൊക്കെ അത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി അത്, നമ്മളെ വരെ സാറെന്ന് വിളിക്കണം അവർ, അങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് കാര്യം. അങ്ങനെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ എന്നോട് ആ പുള്ളി തെലുങ്കിൽ സംസാരിക്കണം, ഞാൻ തെലുങ്ക് എന്നുള്ള സീനാണ് പുള്ളി എന്നോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്ക് தெரியாது. അപ്പോൾ പുള്ളി തെലുങ്ക് தெரியாதா? അപ്പോൾ കേരള, കേരളവാ? കേരള കൊച്ചി, ശരി കൊച്ചി, ഓക്കെ. അങ്ങനെ പറഞ്ഞു പുള്ളി. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഉങ്ങളുടെ அப்பா ஃபேனு சார். அதுக்கப்புறம் சார் உங்களோட ஃபேன். അപ്പോൾ അതല്ല, அப்பா நான் சின்ன வயசுல ஹெய் ஹீரோ மூவி பாட்டெல்லாம் பார்த்து ரொம்ப அங்கே எங்கள் ஊரில் சிரஞ்சீவி சார் ரொம்ப ஹிட்டு அந்த காலத்தில். எங்கள் அப்பாவுக்கு ரொம்ப ஃபேனு സാറോടെ. അപ്പോൾ പറഞ്ഞു എങ്ങനെ ഇപ്പോൾ സന്തോഷം അവരെ பார்த்தது உங்களுக்கு கூட നടിക്ക, എനിക്ക് നിങ്ങളെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാലേ അത് വലിയൊരു ഭാഗ്യമാണെന്നൊക്കെ പുള്ളി തോളിലൊരു തട്ട് കെട്ടിയിട്ട് ഇപ്പം ആറ് ഫാനെന്നുള്ള സീൻ, ഇപ്പം ഉങ്ക ഫാൻസ് ആണെന്നുള്ള മകധീരമെല്ലാം നിറയെ പാത്തിരിക്കേ, അങ്ങനെ കുറേ രംഗസ്ഥാനാണ്. ഞാൻ ആ പടമൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞ പുള്ളി എപ്പോഴും നമ്മൾ അങ്ങനെ വന്നിട്ട് അങ്ങനെ ജോളിയായിട്ട് പേശുന്നു, ആവശ്യത്തിന് സംസാരിക്കും പുള്ളി. അനാവശ്യമായിട്ട് ഒന്നും അങ്ങനെ ഞാൻ അധികം പോകാറൊന്നുമില്ല. അങ്ങനെ ഈ കോമ്പിനേഷൻ സീനിൽ ഇപ്പം നമുക്കും ഉണ്ടല്ലോ ഡയലോഗ് കോമ്പിനേഷൻ, രാം ചരണുമായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ എങ്ങനെ മാനേജ് ചെയ്തു? തെലുങ്കൊന്നും അറിയുന്നില്ലല്ലോ, മൊത്തം ഈ അഭിനയം എക്സ്പ്രഷൻ ഇട്ട് പിടിച്ചോ? എക്സ്പ്രഷൻ അല്ല, ഞാൻ ഡയലോഗ് ആകുമ്പോൾ എന്തായാലും പറയണം, ഉറപ്പാണ്, അത് മസ്റ്റാണ്. അത് ഡയലോഗ് ഞാൻ പറയാം, എനിക്ക് വോയിസ് ഇട്ട് തരുവരി,
എഴുതി തന്നാലും നമുക്ക് വായിക്കാൻ വലിയ ഇതില്ലാത്ത കാരണം ഞാൻ വോയിസ് നോട്ട് അയപ്പിക്കും വാട്സപ്പിൽ. നൈറ്റ് ഇരുന്ന് പഠിക്കും, മൊത്തം നൈറ്റ് ഇരുന്ന് കേട്ട് നിർത്തി കേട്ട് ഇച്ചിരി പണിയെടുത്ത് പഠിക്കാൻ ഞാൻ ഈ പഠിത്തം പഠിച്ചാൽ വേറെ ലെവലിൽ കാരണം അത്രയും ബിഗ് പ്രോജക്റ്റ് ആണ്. നമ്മളുടെ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് അത് പോയതാണല്ലേ. അതാണ് ഞാൻ അത് എന്നോട് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എന്നുള്ള സീൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എനിക്ക് വലിയ പരിചയ സമ്പത്തൊക്കെ കുറവാണ് എനിക്ക് അഭിനയിച്ചുള്ള. ഞാൻ ആകെ 5-6 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ അത്ര നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ തന്നെ അവരെന്നെ വിളിച്ചിട്ട് തന്നാൽ ഓക്കെയാണ്, എനിക്ക് ഡയറക്ടറിന് ഓക്കെയാണ്. കഥ കൊണ്ട് പറഞ്ഞു, അപ്പൊ കഥ കേട്ട് ഞാൻ എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, എനിക്ക് സന്തോഷം. ഇത്ര വലിയ സംഭവം ഉണ്ട് പടത്തിൽ ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടെയൊക്കെ നമ്മളെ കാണിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എന്നുള്ള സീനൊക്കെ ഉണ്ടായുള്ളൂ എനിക്ക്. പക്ഷേ ഞാൻ പടം കണ്ടപ്പോൾ ത്രൂ ഔട്ട് പടം തീരണ ക്ലൈമാക്സ് വരെ ഉണ്ട്. ഞാൻ അതിനകത്തൊരു സീൻ ശ്രദ്ധിച്ചേ, നിങ്ങൾ ആ രാത്രിയിൽ നായികയുടെ വീട്ടിലേക്ക് പോകുന്നൊരു സീൻ ഉണ്ടല്ലോ. ആ സീനില് ഫ്രണ്ടിൽ നിൽക്കുന്നവൻ പിന്നെയാ നമ്മളിവരെയൊക്കെ കാണുന്നല്ലോ, പേരറിയില്ലെന്നേ ഉള്ളല്ലോ. അപ്പൊ അദ്ദേഹം മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കുന്നു, രാംചരൺ നായകനെ തപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടൻ മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട്, മീൻസ് ആ ടെൻഷൻ അടിച്ചിട്ട് ആ സറൗണ്ടിങ്സ് നോക്കുവാണ്. അതായത് ആരെങ്കിലും വരുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ. എന്നിട്ട് രാമന്റെ മുഖത്തിലേക്കൊരു ധൈര്യ നോട്ടം നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് കറക്റ്റ് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോർത്ത് ഞാൻ തോളത്തെ ടച്ചത്. അപ്പൊ എനിക്ക് നമ്മുടെ സ്ഥലത്ത് കക്കാൻ ഒരു ഉടായ്പിന് കയറണല്ലോ. അപ്പൊ ഞാൻ തലയെടുത്ത് തലവഴി മൂടി തോർത്തെടുത്തിട്ട്. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ തലയെ പൊങ്ങി തന്നെ. അപ്പൊ പുള്ളി പറഞ്ഞ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഡയറക്ടർ പിന്നെ രണ്ടാമത്തെ ഷോട്ട് എടുത്തപ്പോ അപ്പൊ എന്നോട് പറഞ്ഞ നീ തലയെടുത്ത് തന്നെ ഇട്ടോ പറഞ്ഞത്. കറക്റ്റായിരുന്നു. നമ്മുടെ ഊഹം ശരിയാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കി. നമ്മൾ ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ എന്തൊക്കെ കാണിച്ചേക്കണം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം, അങ്ങനെ നീ അങ്ങനെ ചെയ്താൽ മതി. ആ സത്യനോട് അങ്ങനെ ഇടാൻ പറഞ്ഞു. സത്യം പക്ഷെ അങ്ങനെ ഇട്ടില്ല. സത്യമായി ഞാൻ ഇങ്ങനെ ഇട്ടു, അവൻ അതങ്ങനെ ഇട്ടെന്ന് പറഞ്ഞു. അവന് തന്നോട് ചേരണ്ടെന്ന് പറഞ്ഞു. കള്ളന്റെ ലുക്കണ്ടെന്ന് അവന് കള്ള ലുക്കണ്ടെന്ന്. ആ സീൻ അങ്ങനെ ചെയ്ത് അതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഫീൽ ചെയ്യും. അത് കാരണം ഇവന്മാര് പറയുന്ന ഡയലോഗ് എന്താണ് എന്റെ അർത്ഥം എന്ന് എനിക്കറിയാൻ പോരാ. അപ്പൊ ഞാനെന്നാ എന്ത് അപ്പൊ എൻ്റെ അടുത്ത് ഇത് ആ ഷോട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തമിഴ് പോലെ എനിക്ക് ഇത് പറഞ്ഞു തന്നെ ഉണ്ടല്ലോ. അവൻ നീ എങ്ങനെയാ അത് മനസ്സിലാക്കി, അങ്ങനത്തെ ആ എക്സ്പ്രഷൻ എങ്ങനെ അത് മനസ്സിലായി എന്ന് പറഞ്ഞു. വെറുതെ അങ്ങനെ ചെയ്തതാണ്. ഇനി അനുഭവത്തിലേക്ക് പറ. ഞാൻ ചെവി കുത്തിപ്പിടിച്ചേക്കാം. അനുഭവത്തിലൊന്നുമില്ല. കുറച്ച് പേരോട് പറഞ്ഞല്ലോ അനുഭവം വേറെ ഒന്നുമില്ല. എന്താ കക്കാൻ പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഇത് കക്കാലല്ല നിങ്ങൾ അവിടെ പോയത്. അല്ല ഇതുപോലെ പെണ്ണിന്റെ കാര്യത്തിൽ ഞാൻ പലതും ചാടിയിട്ടില്ല. പെണ്ണുങ്ങളുടെ കാര്യത്തിന് കൂട്ടുകാർക്ക് വേണ്ടി ചാടിയിട്ടില്ല. കൂട്ടുകാർക്കൊന്നും വേണ്ടി ചാടിയിട്ടില്ല. അയ്യേ അങ്ങനത്തെ കൂട്ടുകാരൊന്നും എനിക്കില്ല. കൂട്ടുകാരെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു കാര്യം കൊണ്ട് ചെയ്യിക്കാൻ കൂട്ടുകാരൻ എനിക്കില്ല. കൂട്ടുകാരന്മാരെന്തിനും വിളിക്കണം. അവന്റെ കാര്യത്തിന് പോകുമ്പോ അവന് വേണ്ടി പോണോ. അതായത് കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ട് പെടുത്തുന്നില്ല. അവൻ എന്തായാലും പെടുകൂടെ പോയാ ഉറപ്പല്ലേ. ഞാൻ വേണമെങ്കിൽ വഴിവരെ കൊണ്ട് ആക്കി കൊടുക്കാം. നല്ല പോകുന്നുണ്ട് കൊണ്ട് അവിടെ പുറത്തൊക്കെ കൂട്ടൊക്കെ നിന്നിട്ടുണ്ട്. പ്രേമൊക്കെ എല്ലാവർക്കും ഉള്ളത്. അല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഡയലോഗാ. പുള്ളി ഇതുപോലെ ഒരു പെണ്ണുമായിട്ട് പുള്ളിയുടെ കൂട്ടുകാരൻ സ്നേഹത്തിലായിരുന്നു. പുള്ളി ഇതുപോലെ വീടിന്റെ പുറകെ കൊണ്ടുവന്ന് വിടും. പുള്ളി പോവും, സിനിമ കാണും, ഫുഡ് കഴിക്കും, തിരിച്ചു വരുമ്പോഴത്തേക്കും പുള്ളിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അതൊക്കെ തന്നെ അതൊക്കെ നമ്മുടെ നാട്ടിൽ സഹജമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അത് വെച്ചിട്ടാണ് ക്യാരക്ടറൊക്കെ പിടിച്ചത്. അല്ല ആ ക്യാരക്ടർ അങ്ങനെ പിടിച്ചതല്ല, വെറുതെ ജസ്റ്റ് ചെയ്തതുണ്ട്. കാരണം ഒരു ചാട്ടം ഒരു മറ്റൊരുത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ചാടണല്ലോ. അത്ര പേരുണ്ട് അവിടെ ഉണ്ട്. നമ്മളാരും കാണരുത്. ഇവരെ കണ്ടിട്ട് കുഴപ്പമില്ല. ആ ഒരു പേടിയുണ്ട് നമുക്ക് ഭാര്യയുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് ഇത് പരിപാടി ചെയ്തവര്. അപ്പൊ നമുക്ക് ആ പേടി ഉണ്ടാവണമല്ലോ. ദൈവമേ പിടിച്ചെത്തിക്കരുത്. അതായത് അവിടുത്തെ കൗൺസിലർ മേയറിന്റെ വീട്ടിലേറ്റ ചാടി കയറുന്നത്. അതിന്റെ പേടി ഉണ്ടാവുമല്ലോ. ഈ പടത്തിനകത്ത് അധികം സ്ത്രീകളുണ്ടെങ്കിലും സ്ത്രീകളെ ഒന്നും ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല.
ആകെ 2 സ്ത്രീകളിലാണ് ഫോക്കസ്ഡ് പോയിട്ടുള്ളൂ. വേറെ സ്ത്രീകളെ ഫോക്കസ് ആക്കിയിട്ടില്ല. ഇത് മൊത്തം നായകനിലാണ്, നായകനും കൂടെയുള്ള കുറച്ച് ആൾക്കാരിലായിട്ടാണ് ഈ കോർ കണ്ടന്റ് കയറി പോകുന്നത്. ചേട്ടന്റെ ഭാര്യയുടെ ഫേസ് പോലും ലാസ്റ്റ് സീനിലാണ്, മനസ്സിലായോ? ആ ഒരു ലാസ്റ്റ് മോളെ കാണിക്കുന്ന ഒരു സീനിൽ പോലും സൈഡ് ഷോട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ അഭിനയിച്ചത്? അവർക്ക് ഹിന്ദി അറിയാം, എനിക്ക് കുറച്ച് ഹിന്ദി അങ്ങനെ അവരായിട്ടുള്ള. അപ്പൊ അവരെന്നെ ഇപ്പൊ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുള്ളി അവര് എന്നെ തോണ്ടിയ എന്തെങ്കിലും ചെയ്യാൻ പറയും. കൊച്ചിനെ മുത്തുന്ന സീനൊക്കെ, എന്റെ കൈ തുടക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഡയറക്ടർ കുറെ പ്രാവശ്യം അങ്ങനെ കൈ തുടക്കണ കാര്യം പറഞ്ഞിട്ട് ഞാനത് എനിക്ക് തലയിലേക്ക് കയറണില്ല. ഞാൻ പിന്നെ മറന്നു ഇങ്ങനെ കൈ തുടച്ചിട്ടാണ് കൊച്ചിനെ എടുക്കണത്, മനസ്സിലായ? അപ്പൊ അവര് എന്നിട്ട് അവരൊന്ന് പറഞ്ഞോട് കൈ ഇങ്ങനെ സാർ ഡ്രസ്സിൽ തുടക്കാൻ പറയാ അവര് ഇരുന്നിട്ട്. അവര് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോ, അവർക്ക് അറിയാം എനിക്ക് ആ ഭാഷ അറിയാൻ പാടില്ല അറിയാതെ അവര് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവര് നല്ലൊരു അടിപൊളി ഒരു ആക്ടർ ആയിരുന്നു അവര്. നല്ല നമ്പറൊന്നും വാങ്ങിയില്ല. അവര് 2 കുട്ടികളുടെ അമ്മയാണ് അവര്. അമ്മമാരുടെ നമ്പറൊന്നും എനിക്ക് വേണ്ട. ഇപ്പൊ കറക്റ്റ് ഇല്ല, പിള്ളേച്ച കള്ളം പറയണമെന്ന് ഞാൻ വിചാരിച്ചേ. ഇപ്പൊ കറക്റ്റ്. അമ്മമാരൊക്കെ എന്തിനാ ഇതാണ് സത്യങ്ങളെന്ന് പറയാ. ഇന്റർവ്യൂവിന് പോവാൻ വിളിച്ച പോവാത്ത കാര്യത്തോടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മ കത്തി വെക്കണം. നമുക്ക് അറിയാൻ പറ്റും. ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ പറയുന്നത് പോലും എനിക്ക് ചില സമയത്ത് എനിക്ക് കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചത്. ഭയങ്കര സ്പീഡാ സംസാരം. അപ്പൊ ഞാൻ പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് പറ്റുന്നത് നമുക്ക് പറ്റും. ഞാൻ പറയുന്നത് നല്ല സ്പീഡാ. പക്ഷെ ചേട്ടൻ പറയുന്ന സ്പീഡിനേക്കാൾ ഉപരി നിങ്ങളുടെ ലാംഗ്വേജിൽ മറ്റേ ഫോട്ടോ എന്താ ഈ കൊച്ചി സ്ലാങ് ഭയങ്കരമായിട്ടും കിടപ്പുണ്ട്. അങ്ങനെ പറയണ എനിക്ക് അങ്ങനെ തോന്നിയല്ലോ. ഞാൻ കൊച്ചി സ്ലാങ് അത് നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജ് കേൾക്കാത്തോണ്ടാണ്. അതെ, ഞാൻ അങ്ങനെ പോവാറില്ല മറ്റുള്ള ലാംഗ്വേജ് കേൾക്കാൻ. വെള്ള ലാംഗ്വേജിന് പറഞ്ഞു പറ്റണല്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു മലയാള സിനിമയിൽ ഇപ്പം അതിനെ കുമ്പളങ്ങി നൈറ്റ്സിനകത്താണെങ്കിലും ആ ഒരു സെയിം ഡയലോഗ് ഒക്കെ വരുന്നു. പിന്നെ അഭിനയിച്ച സിനിമയിലും ഇത്ര തന്നെ സ്ലാങ്. ഇനി ഒരു മലയാളത്തിലൊരു മെയിൻ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഈ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം തന്നെ ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടൻ്റെ ഒരു സംസാരം എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ്. എൻ്റെ ലാംഗ്വേജ് വെച്ച് പ്രശ്നം എനിക്കറിയാം, എന്നാലും പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ക്ലാരിറ്റി കുറവും പിന്നെ നടൻ എന്ന നിലയിൽ നമ്മളിത് പിടിക്കണമല്ലോ. ഞാനിപ്പോ ഡബ് ചെയ്യാൻ പോയപ്പോഴും അങ്ങനത്തെ സംഭവം വന്നു. അതാണ് ആ ഒരു പാറ്റേണും പിടിക്കാൻ പറ്റും നമുക്ക്, അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ ടൈം എടുക്കണം. ഞാൻ ഡബിങ്ങിന് പോയത് നമ്മുടെ ലാൽ സ്റ്റുഡിയോയിലായിരുന്നു, ലാൽ മീഡിയയിലായിരുന്നു. അവിടെയായിരുന്നു ഇതിന്റെ മലയാളം ഡബിങ് ചേട്ടൻ തന്നെയാണ് ചെയ്തത്? ഇല്ല, ഞാൻ ചെയ്യാൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ സ്റ്റുഡിയോ ചെന്ന് ഒരു കുറച്ച് ഞാൻ ചെയ്ത്. അപ്പോൾ ഞാൻ ചെയ്തതോ അവർ ചെയ്തതും കൂടി ഭയങ്കര നമ്മുടെ ഡിഫറെന്റ് സംസാരം. എന്റെ കൊച്ചി കുറെ കയറി കിടക്കണം അങ്ങനെ വന്നെ. അതാണ് എന്നാ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് എനിക്ക് ലാംഗ്വേജ് മാറ്റി ചെയ്യാൻ പറ്റില്ല. അതൊരു ബാരിയർ ആയിട്ട് തോന്നുന്നു. അത് ശരി. എൻ്റെ അടുത്ത് ഡബിങ് സ്റ്റുഡിയോ ചേട്ടൻ പറഞ്ഞു, താങ്കൾ ആർട്ടിസ്റ്റാണ്, അതൊക്കെ നോക്കണം, അത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. തനിക്ക് കൊച്ചി മാത്രമേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഇത് വരും. അതാണ്, കൊച്ചി സീൻ മാത്രമേ വരത്തുള്ളൂ. ചേട്ടാ, സ്ഥിരം ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങളുടെ അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആ പ്രദേശം, ഇപ്പം ഈ പറയുന്ന ആ പ്രദേശത്തു നിന്ന് സിനിമയിലേക്ക് വന്നത് വിനായകൻ ചേട്ടനുണ്ട്, മുരുകൻ ചേട്ടനുണ്ട്, പിന്നെ ചേട്ടൻ, എൻ്റെ അറിവിൽ കേട്ടോ. ഇനി പുതിയ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും രൂപത്തിലും ഞങ്ങൾക്ക് ഓരോ കാറ്റഗറി ആൾക്കാരാണ്. സോബിൻ കൊച്ചിയല്ലേ? കൊച്ചിയാണ്. മുരുകൻ ഇവിടെ സൗത്തും വിനായകൻ ചേട്ടനും സൗത്താണ്. ഞാൻ നേരെ അങ്ങോട്ട് മാറി കോന്തുരുത്തി. അല്ല, നമ്മള് പറയുകയാണെങ്കിൽ ആ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞ സൈഡ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 3 പേരും ഏകദേശം ചേട്ടൻ പറഞ്ഞ തന്നെ, ഞാൻ ഇതായിട്ട് പറയുന്നില്ല, ബ്ലാക്ക് ആണ്, മെലിഞ്ഞവരാണ്, ഇതേ രീതിയിൽ ലുക്ക്. നമ്മളെ പോലത്തെ ടീമിനെ മധ്യ ടീം അവർക്ക് നിങ്ങൾ ഗ്ലാമറായിട്ട് കാര്യമില്ല. നമ്മളെ പോലത്തെ ലുക്കുള്ള ടീമിനെ സത്യം പറയണേ.
നിങ്ങൾ ചേട്ടൻ സിനിമ സ്വപ്നം കണ്ടിരുന്നോ, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നോ? അങ്ങനെ എനിക്ക് സിനിമയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ ഞാൻ മോഹിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. ഇത് ഞാൻ സിനിമയിലൊക്കെ വന്ന് യാദൃശ്ചികമായിട്ട് വന്നതാണ്. അല്ലാതെ സിനിമ അങ്ങനെ കണ്ട് സിനിമ ആക്ടറാണോ ഒന്നും കരുതി വന്നല്ലേ. ഒരു ചാൻസ് വന്ന് അത് ഞാൻ വേണ്ട. ഞാൻ ശരിക്കും പറഞ്ഞാൽ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഞാൻ കുവൈറ്റിൽ പോകേണ്ട ഒരാളാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സിന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കുവൈറ്റിലേക്ക് എനിക്ക് വിസ അടിച്ച് വരും. അങ്ങനെ ഒരാഴ്ച ഗ്യാപ്പിൽ വിസ അടിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഇന്റർവ്യൂ, ഇതിൻ്റെ ഓഡിയൻസ് വേണം. ഓഡിയൻസിന് വിളിച്ചിട്ട് ഇതിങ്ങ് ഞാൻ പോകണില്ല, വേറെ ആരും കൊണ്ട് ജയിക്കണൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവന്മാരെ നിർബന്ധിച്ച് എൻ്റെ വീട്ടിലെ കൂട്ടുകാർ അവന്മാരും ഉണ്ടായിരുന്നു കൂടെ ചെയ്യാനാണ്. അപ്പോൾ അവന്മാരും ചെയ്തു, ഞാനും ചെയ്തപ്പോൾ അവർ ഓക്കെ, പൊപ്സിനെ തന്നെ ഓക്കെ എന്നുള്ള സീൻ നമ്മുടെ പെർഫോമൻസ് അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ഓക്കെ ഞാൻ ചെയ്യും, എന്തൊക്കെ ഉണ്ട് എന്താണ്ടൊക്കെ ഉണ്ട് എന്നുള്ള സീൻ അങ്ങനെ കാസ്റ്റ് ചെയ്താണ് എന്നെ അപ്പുറത്തിലേക്ക്. പിന്നെ ശ്യാമിനെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ശ്യാം ആ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ഇതും കൂടി പുള്ളി പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മൾ വേറെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പം എന്നാൽ അങ്ങനെ ചെയ്താണ്. അപ്പം അങ്ങനെ സക്സസ് ആയി. അത് കഴിഞ്ഞ് ഒരു പടം കൊണ്ട് തീരുമെന്നുള്ള മൂടായിരുന്നു. ഞാൻ വേറെ പടം ആര് തരാനെന്നുള്ള മൂടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ചെറിയ പടം വേറെ ഒന്നും ചെയ്തത്, പിന്നെ പ്രതിഭവും കുഴി അങ്ങനെ കുറച്ച് പടം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരു 8-9 പടം ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിന്ദി പടം ചെയ്ത്, ഹിന്ദി ചെയ്ത് കന്നഡ ചെയ്ത്, ഇപ്പം എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷ് മാത്രം ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിലെ ലുക്ക് കേട്ടോ, സത്യം സീരിയസ്ലി ഇംഗ്ലീഷിൽ മാത്രം ചെയ്യാറുള്ളൂ. ബാക്കി ഇപ്പം ഞാൻ മിക്ക ലാംഗ്വേജ് ചെയ്തു. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് ചേട്ടാ, അത് എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ അത് പറയുന്നൊന്നുമല്ല, ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം ഈ പറഞ്ഞ 3 പേരും വന്ന സാഹചര്യങ്ങൾ വളരെ ഒരു തരത്തിലും നമ്മൾ പറയത്തില്ലേ ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത ആളുകളാണ്. സിനിമയിലേക്ക് വാടാ നീ വാ നമുക്കവിടെ ഒരു വേഷം ഉണ്ടെന്ന് പറയാനില്ല. നമ്മളായിട്ട് ഡോറ് മുട്ടുകയോ അതിന് ചെന്ന് ചേടുകയോ ചെയ്യുന്നതിന് ശേഷമാണ് നമുക്കിതൊക്കെ വരുന്നത്. അപ്പം ലൈഫിൽ ഇങ്ങനൊരു മാറ്റം, ചേട്ടൻ പറഞ്ഞ കുവൈറ്റിൽ പോകാനിരുന്ന ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്നത് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടേക്കുന്നത്? ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ദൈവഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് മക്കളെ എൻ്റെ വൈഫിനെയൊക്കെ ഉപേക്ഷിച്ച് മാറിയിരിക്കേണ്ട അവസ്ഥ ഇരിക്കേണ്ടത്. ഞാൻ കുടുംബത്തിന് വേണ്ടി അങ്ങനെ പോകാന്നുള്ളതും കൂടെ ആയിരുന്നു. രക്ഷപ്പെടണമല്ല, 2 പെൺമക്കളാണ്, നിങ്ങളെ കെട്ടിച്ചു വിടണം, പഠിപ്പിക്കണം. അപ്പം നമുക്ക് വലിയ അടിത്തറൊന്നും ഇല്ലാത്ത വീട്ടിലെ ആളായിരുന്നു. അങ്ങനെ വന്നാണ്, അങ്ങനെ പോയി ചെയ്തപ്പോൾ ദൈവം സഹായിച്ചിപ്പോൾ ആരും നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥയില്ല, പട്ടിണിയില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പിടിക്കാനും നേരത്തെ പോകാറില്ല. ദ്രോഹിക്കൽ പിടിക്കാൻ നമുക്കൊന്നുമില്ല, എല്ലാവരും സന്തോഷമായിട്ട് പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കുടുംബം സന്തോഷമായിട്ട് പോകണം, അല്ലല്ലാതെ പോകണമെന്ന് പറയാം. സിനിമ വന്നാൽ എൻ്റെ ലൈഫൊന്നും മാറി അങ്ങോട്ട്. ഇപ്പോൾ 10 പേര് നമ്മൾ തിരിച്ചറിയും, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പോകണം. ഇപ്പം വീട്ടുകാർ ഹാപ്പിയാണ്, വൈഫ് ഹാപ്പിയാണ്, വൈഫിൻ്റെ വീട്ടുകാർ എല്ലാവരും. അതും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പം നിങ്ങൾ സ്നേഹിച്ച് കെട്ടിയതാണ്, അപ്പം എന്താണല്ലോ എതിർക്കൂല്ലോ? എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എതിർപ്പൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം, നമുക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചാൽ കൊണ്ടുവരുമല്ലോ. എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എതിർപ്പ് തന്നെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെണ്ണ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ പിന്നെ നമുക്കെന്ത് നോക്കാനാണ്. എൻ്റെ കൂടെ പോകുന്ന ആൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവിടെ പോയിട്ട് KSRTC സ്റ്റാൻഡിൽ കയറി, അവിടെ നിന്ന് ബസ്സിൽ കയറി പോകുന്നത് പാലക്കാട് വടക്കാഞ്ചേരി. സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ എങ്ങനെ കണ്ടേ? ഞാൻ ഇതുപോലെ വേറൊരു പരിപാടിക്ക് പോയത്, അവിടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി പോയത്. അവിടെ നിൽസൻ കണ്ണമാലി എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ഭക്തി ഗാനങ്ങളൊക്കെ എടുക്കണം. അപ്പം അങ്ങനത്തെ ഒരു ആൽബത്തിന് വർക്കിനപ്പോൾ കണ്ട അവിടെ. അപ്പോൾ അവിടെ വെച്ച് കണ്ട് നമ്പറൊക്കെ പിന്നെയാണ് മേടിക്കണം. എന്താ വെച്ചപ്പെട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ പ്രേമിക്കാൻ വേണ്ടി മേടിച്ചില്ല. അവിടെ ചേച്ചിയുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള സീനിലെ നമ്പർ മേടിച്ചതാണ്. ഇപ്പം മൊത്തം 3 പിള്ളേർ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം 3 പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ അങ്ങനെ നമ്പർ വെച്ച് സംസാരിച്ചു. അത് വെറുതെ തമാശ. അങ്ങനെ അവക്കടെ വീട്ടിലെന്തോ സീനൊക്കെ ആയിട്ട് നമ്മൾ കളിയായിട്ട് തുടങ്ങിയതാണ്, അല്ലാതെ കാര്യം കെട്ടണം എന്നുള്ള സീൻ തുടങ്ങിയൊന്നുമില്ല. അപ്പം അങ്ങനെ എനിക്കും കാശി നമ്മുടെ പേരും പറഞ്ഞൊരു പെണ്ണ കൂടെ പോകാനുണ്ടോ എന്ന് ചോദിച്ചു. ആ തേന്മാങ്ങുമ്പോ തൈ പോലെ മോഹൻലാൽ ചോദിച്ച പോലെ പോലെ തേന്മാങ്ങുമ്പോ അന്നുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെന്ന് പറയുന്നത്, അന്നുണ്ട് എൻ്റെ കൂടെ, അന്നെനിക്ക് പോരുന്നത്.
ലൈഫ് ഇപ്പോൾ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ അവർ എങ്ങനെ ജീവിച്ചിരുന്നത് നമുക്കറിയില്ല. നമ്മുടെ ലൈഫ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത്രയും തന്നെ സ്ട്രഗിളും ഉണ്ട്. ഏതൊരു പുരുഷനും ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ട്, ഓക്കെയാണ്, അവർക്കൊരു ഒരു പേടിയുണ്ട്, നമ്മളുടെ ജീവിത സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുമോ. ചേട്ടൻ്റെ ജീവിത സാഹചര്യം ആ സമയത്തും ഇപ്പോഴത്തും തമ്മിലൊരു ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. നമുക്ക് വലിയ ബംഗ്ലാവും കാര്യങ്ങളും ചെറിയ വീടാണ്. ഇവിടെ കുഴപ്പമില്ലാത്ത പറഞ്ഞാൽ എന്നെ പട്ടണില്ലാതെ നോക്കി മതി. ആള് വന്നാണ് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ച് ആകണത്. അവിടെയാണ് നമ്മൾ ചേഞ്ച് ആണ് ലൈഫ്. പിന്നെ എനിക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളായി പെണ്ണ് കിട്ടി ഞാൻ വീട്ടുകാരുടെ ചിലവ് കിടക്കാൻ പറ്റുമല്ലോ. പിന്നെ പണിക്കണം. പിന്നെ ഡാൻസിനായിരുന്നു നേരത്തെ നോക്കുന്നത്. ഡാൻസ് പറഞ്ഞൊരു ഡാൻസിലൂടെ സിനിമയിൽ വന്നോന്നായിരുന്നു. കൊറിയോഗ്രാഫി അങ്ങനെ ഡാൻസറായിട്ട് നോക്കണം. സിനിമയിൽ വന്നോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അല്ലാതെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല. പിന്നെ ആള് നമ്മുടെ ജീവിതത്തിൽ ലൈഫിലേക്ക് വന്നപ്പോൾ പിന്നെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ അതാണ് കുമ്പളങ്ങി നഴ്സറി പെയിന്റിങ്ങിന് പണി പോകണം. അതാ ഞാൻ ചോദിക്കാൻ പറ്റുന്നതാണ് ചേച്ചി. അല്ല ഞാൻ കെട്ടിക്കൊണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ കൊണ്ടുവന്ന കെട്ടിയിട്ട് പിന്നെ കുറച്ചാൾ അവിടെ താമസിച്ച്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. എല്ലാവരും ഇല്ലായ്മകളിൽ നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രണ്ടാൾ കൂടുതൽ വരുമ്പോൾ പിന്നെ അവിടെ ബാധ്യത കൂടണമല്ലോ. ഞാനൊന്ന് തീരുമാനിച്ചെന്നാൽ വീട്ടിൻ്റെ തറവാട്ടിലൊക്കെ മാറാം. അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ മാറി മുത്ത കൊച്ചായി. എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് എൻ്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ. ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കും കൊച്ച. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് മൂത്ത മകളെ കിട്ടിയിരിക്കും. അവക്കടെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ വെഡിങ് ആനിവേഴ്സറി അവക്കടെ ബർത്ത്ഡേ ഒരു ഡേറ്റ്. അപ്പം അങ്ങനെ ഇപ്പോൾ ദൈവസായിട്ട് ഒരു ലൈഫ് അടിപൊളിയായിട്ട് പോകും. ഞാൻ കണ്ടല്ലോ ഇന്നലെ. നല്ല തങ്കക്കൂടെ പോലെ നല്ല ഭയങ്കര രസമുള്ള കുട്ടികൾ. മനഃപൂർവ്വം കൊണ്ടുവരാത്ത ഇന്റർവ്യൂവിന് പിള്ളേർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. വൈഫിനെ അവൾക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ തലവേദന നീ വരണ്ട നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് അമ്മ വന്നാൽ ഞങ്ങൾ വരാമെന്നുള്ളത്. അമ്മയുടെ പെറ്റുകളാണ് അത്. അവളില്ലാത്ത ഒരു കാര്യത്തിലും അതിങ്ങനെ ഉണ്ടാവില്ല. നമ്മള് കുഴപ്പമില്ല. നമ്മക്ക് അച്ഛ ഇത് വേണം അത് വേണം നമ്മൾ മേടിച്ചു കൊടുക്കുക മാത്രമേ. കെയറിങ് എല്ലാം അതാ, സ്നേഹങ്ങളെല്ലാം അവിടെയാണ്. നമ്മളില്ലല്ലോ വീട്ടിലില്ലല്ലോ. അവളെ നോക്കണം പിടിക്കണം അവളാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയപ്പോ പിള്ളേർക്ക് വലിയ പ്രായമില്ല, ചെറുതുങ്ങളാ. പക്ഷെ ഇന്നലെ ഇറങ്ങിയ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഇന്നലെ എന്റെ അഭിനയത്തിന്റെ ഓള് കരയുണ്ടായിരുന്നു. എനിക്ക് കരയായിരുന്നു. എനിക്ക് തല്ല് കിട്ടുമ്പളേ പോലീസുകാരെ നല്ലോണം സീനുണ്ടല്ലോ, ലാസ്റ്റിക് അടിക്കുന്ന സീൻ. അത് കണ്ട ബാക്കി സങ്കടം പോയി. അങ്ങനെ എനിക്ക് ഞാൻ ഒരു അവിടത്തെ ഞങ്ങൾ പൊട്ടിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഇട്ട് ബ്ലഡൊക്കെ ഒലിച്ചിരിക്കുന്ന ഫോട്ടോ അവിടെ ഇട്ട് കൊടുത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇളയവർക്കാൻ പേടി അച്ഛൻ അതെന്ത് പറ്റിയാണെന്ന് പറഞ്ഞു. ചോരയൊക്കെ ഒലിച്ചിരിക്കണേ. അച്ഛ ചോരയൊക്കെ ഒലിച്ച് അവിടെ എന്ത് വീണെന്നൊക്കെ തോന്നുന്നുള്ള സീൻ. ഞാൻ വീണല്ലേ ഇവിടെ ഫോട്ടോ ഇത് മേക്കപ്പ് എന്നുള്ള സീൻ. അവനിങ്ങനെ വെട്ടിപ്പൊളിച്ച വെച്ചേക്കണ സീനൊക്കെ ഉണ്ട് മുഖത്ത്. അതുകൊണ്ട് പേടിച്ച് ചോരയൊക്കെ ഒലിച്ചപ്പോ ആള് കരഞ്ഞൊന്ന്. പനി വരും. ഞാൻ വീട്ടിലില്ലെന്ന് പറഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങിയ പനി വരും. പോണേന്ന് ഇപ്പൊ ഹൈദരാബാദൊക്കെ പോണെങ്കിൽ അത്തേക്ക് പനി വരും. ടെൻഷൻ. ഞാൻ വീട്ടിലില്ലല്ലോ എന്നുള്ള ഇളയാൾ അങ്ങനത്തെ അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇല്ലട്ടോ. ഇപ്പൊ അതൊക്കെ മാറി. വലുതായി അതൊക്കെ മാറി. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ വിഷമം. ഇപ്പൊ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് എപ്പോഴെങ്കിലും എടുത്ത് കണ്ടിട്ട് എപ്പോഴെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. മൂത്ത ആൾക്ക് ഇച്ചിരി ഒരു ഇതുണ്ടല്ലോ, ഏജ് ഉണ്ടല്ലോ. ഇല്ല അവര് അങ്ങനെ വലിയ അഭിപ്രായം. അവര് രസിക്കും. അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെ ശരിയാക്കണം അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അങ്ങനത്തെ മൂടൊന്നുമില്ല. അതിങ്ങ കണ്ട് രസിക്കും. അല്ലാതെ അത് ശരിയാക്കാം ഇത് ശരിയാക്കാന്നുള്ള മൂടൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. ബിജുക്കുട്ടൻ ചേട്ടനും മോളും ഇങ്ങനെ ഡാൻസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്തുകൂടെ? ഞാൻ ഡാൻസ് വിട്ടിട്ട് 10 കൊല്ലമായി. അതെന്ത് പറ്റി? ഇപ്പൊ ഫീൽഡ് അതുമില്ല. അതും ഇതും കൂടി ഇപ്പൊ പ്രാക്ടീസ് ഒന്നും നടക്കണുള്ളല്ലോ. ഇപ്പൊ ഈ പടത്തിന് പോയിട്ട് 1.5 വർഷം ഈ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് 54 ദിവസം പറഞ്ഞു വിളിച്ചാ 1.5 വർഷം ഈ പടം തീരെ. ഈ 1.5 വർഷം ഈ പോക്ക് വരവ് ആഴ്ച ഒരു മാസത്തിൽ എങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. വീട്ടിലില്ല. പിന്നെ ഞാൻ ഡാൻസൊക്കെ പിന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ആരോഗ്യമുള്ള ടൈമിനൊക്കെ പറ്റുള്ളൂ ഡാൻസ് ഒക്കെ. അവരൊക്കെ ഡാൻസ് കളിച്ച് കണ്ടപ്പോ കളിക്കണം എന്ന് തോന്നിയായിരുന്നു അവിടെ ചെന്നിട്ട്? അവിടെ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡാൻസറാണ്. അപ്പം ആ ഐറ്റം സോങ്ങിൽ എന്നെ നീ വന്നു എന്ന് പറഞ്ഞ എന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ലാസ്റ്റ്
ഇതിന്റെ തിരക്ക് കാരണം പിന്നെ പടം എങ്ങനെ തീർക്കണോ. ജൂൺ 4 റിലീസ്, 2 ഡേറ്റ് മാറിയിട്ടാണ് പിന്നെ ജൂൺ 4 എടുത്തത്. അപ്പൊ എല്ലാം കൂടി പിന്നെ അവര് എന്റെ കാര്യം വിട്ടെന്ന് തോന്നുന്നു. ഡാൻസ് എങ്ങനെയെങ്കിലും അത് തീർക്കണമെന്നുള്ള കൂടെ ആയിരിക്കും. പിന്നെ ഞാനൊരാളെ അവിടെ നിന്ന് വന്നത് എക്സ്പെൻസ് ആണ്, പിന്നെ തിരിച്ചു പോകണം, എനിക്ക് ഞാൻ റൂം കാര്യങ്ങൾ. അപ്പൊ എല്ലാം ബിസിനസ് ആയതുകൊണ്ട് അവർ അങ്ങനെ നോക്കുമല്ലോ. അത് സത്യം. ഇനിയിപ്പോ നമുക്ക് സിനിമയിൽ ചെയ്യാം, ഡാൻസ് എന്തായാലും ചെയ്യും ഏതെങ്കിലും കൂടത്തി. അതിന്റെ ആഗ്രഹമാണ്, പണ്ട് തുടങ്ങിയുള്ള ആഗ്രഹമാണ്. സിനിമയിൽ വന്നൊന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യത്തില് ഡാൻസ് ആണ് നമ്മുടെ ലൈഫ്. പെണ്ണ് കിട്ടിയ ലൈഫ് വേറെ മാറി ചിന്തിച്ചു. ഈ ഡാൻസ് ആണ് ലൈഫ് എന്ന് പറയാൻ കാരണം എന്നാ? ഡാൻസ് വേണ്ടിട്ടാ, വേറെ പണിക്കൊന്നും പോകില്ല. വീട്ടിൽ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേക്കില്ല. ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ അന്ന് ചെന്ന് വീട്ടിലേക്ക്, ഇല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഡാൻസ് ക്ലാസ് തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കഞ്ഞിങ് ചോറും കറിയൊക്കെ വെച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് പ്രാക്ടീസ് ടൈം. എവിടെ പോകാനാണ്? ഡാൻസ് ഇവിടെ ഇപ്പഴാണ്ട, നേരത്തെ കോമ്പറ്റീഷനൊക്കെ നമ്മളെ ലോക്കൽ കോമ്പറ്റീഷനൊക്കെ നാട്ടിൽ നടക്കും, അതൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ട്രൂപ്പ് ഭയങ്കര ഫേമസ് ആണ്. ഡി കമ്പനി ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര് ഫേമസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ മാറി പിന്നെ ചാനലിലേക്ക് വന്നപ്പോ അമൃത ടിവിയില് സൂപ്പർ ഡാൻസർ, ലെസ് ഡാൻസ്, അത് നമ്മൾ ആശാന്റെ വൈഫൊക്കെ അതിനകത്ത് കുറേ എന്താ പറയണ കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനകത്ത്. അവരുടെ പേരും ഡി കമ്പനി. അതായത് സതീഷ് ആശ്വരി എന്ന് പറയുന്നത്. അവനിപ്പോ മഴവിൽ മനോരമയുടെ കുറച്ച് കൊറിയോഗ്രാഫി കാര്യങ്ങളൊക്കെ D4 അതിനകത്ത് ആ ടൈമിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. D4 ടൈമിലൊക്കെ ഞങ്ങൾ ഡാൻസ് ആയിട്ട് ഇറങ്ങി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് D4 ഡാൻസൊക്കെ ചെയ്യാൻ പോകുന്നു. കാരണം നമുക്ക് ഒരു കുട്ടിയോടെ കളിച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപ കിട്ടും. ചിലപ്പോൾ ആ ഗ്രൂപ്പ് കളിക്കുകയാണെങ്കിൽ 2000 രൂപ ഒരാൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അന്ന് ചിലപ്പോൾ 3 കണ്ടസ്റ്റന്റ് കൂടെ കളിക്കേണ്ടി വരും. അപ്പൊ 6000 രൂപ കിട്ടും. അങ്ങനെ പോയെന്ന് വെച്ച് അതൊരു വരുമാനമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറെ ഡാൻസർക്ക് അതൊരു നല്ലൊരു വരുമാനമായിരുന്നു അന്നത്തെ കാലത്ത്. ഈ ഡാൻസ് എന്നുള്ള സീൻ, അതായത് ഈ നമ്മളെ ചാനൽ വൈസൊക്കെ പേയ്മെന്റ് ആയി കാര്യങ്ങള്. അന്ന് ലോക്കൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ പോയിട്ട് പ്രൈസ് മണി കിട്ടിയാലേ ഉള്ളു. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എല്ലാരും കൂടി പിരിവൊക്കെയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ 4 കൂട് ബ്രെഡും മേടിക്കും, 2 കിലോ പഴവും മേടിച്ചിട്ട് തിന്നിട്ട് അവിടെ നിന്ന് പോരും. വിശപ്പ് അന്നൊക്കെ. ഇത് കഴിഞ്ഞ ദിവസം മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ബിനോയ് പ്രകാശ് ചേട്ടനൊക്കെ ബിനോയിനൊക്കെ അറിയാം നമുക്ക്. അപ്പൊ ബിനോയ് ചേട്ടനൊക്കെ തന്നെ പറഞ്ഞത് ബ്രെഡ് മെയിൻ ഡാൻസേഴ്സിന്റെ ഫുഡായിരുന്നു ബ്രെഡും പഴവും. പണ്ടത്തെ ചോദിച്ചു ഡാൻസേഴ്സ് കൊച്ചിയിലുള്ള എല്ലാ മാസ്റ്റർമാരും വന്ന ബ്രെഡും പഴവും മേടിച്ചോന്നുള്ള സീരിയൽ. പ്രൈസ് ഇല്ലല്ലോ, വെറുതെ പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോണ വഴിക്ക് ഏതെങ്കിലും തട്ടയിടയ്ക്ക് സുഭിക്ഷമായ ഭക്ഷണം, ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ ഫ്രൈ ഒക്കെ അടിച്ച് പോരും. പൈസ കിട്ടി വീതിച്ചിട്ട് പിന്നെ ആ പൈസ എന്തിനാ ഇങ്ങനെ വെച്ചേക്കും ഡാൻസിന്. അത് വീട്ടിലേക്ക് ചെലവിന് അങ്ങനെയൊന്നും മേടിക്കൂല. പിന്നെ അടുത്ത കോസ്റ്റ്യൂം എടുക്കാനും അടുത്ത രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാനും ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെയൊക്കെ ട്രൂപ്പിന് അങ്ങനെ കുറച്ച് പൈസ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡാൻസ് കളിച്ചിട്ട് നടക്കുന്ന കല്യാണം കഴിക്കുന്നു, പിന്നെ പെയിന്റിങ് പണിക്ക് പോകുന്നു. പെയിന്റിങ് പണിക്ക് നേരത്തെ പോകുന്നത്, കല്യാണം പഠിക്കുമ്പോൾ ഞാൻ പെയിന്റിങ് അങ്ങനെ എല്ലാ പണിക്കും പോകുന്നത്. പക്ഷെ ഡാൻസ് തള്ളക്കിങ്ങനെ പിടിച്ചിരിക്കുന്ന കാരണം സ്ഥിരമായിട്ട് പോകില്ല. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് അങ്ങോട്ട് പോകില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ മേസ്ത്രി ഇനിങ്ങ വരണ്ട, വേറെ അങ്ങനെ 150 മേസ്ത്രിമാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പോയി. പിന്നെ പണി തീർക്കാൻ അവരൊരാളെ വെക്കുമ്പോ പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മ നിൽക്കില്ലല്ലോ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന പരിപാടി ഇല്ല. ഒരാൾക്കൊക്കെ ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന പരിപാടി ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മ അടിമ ചെയ്യണം ഇല്ലേ? അയാൾ പറഞ്ഞാൽ അവിടെ പോകണം, അങ്ങോട്ട് പോകണം, അത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഒരു സ്ഥലത്ത് പണിയണം, അവിടെ നിന്ന് ആ സൈറ്റിൽ പണണം. ആ സൈറ്റിൽ നിന്ന് നീ അങ്ങോട്ട് പോക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും തവടി പോലെ അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർ പറഞ്ഞു അത് നീ വെക്കുമോ, ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അവിടെ പോകേണ്ടി വരും, ഇവിടെ പോകേണ്ടി വരും. അങ്ങനെ കുറേ മെസ്സേജ് വരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ മെസ്സേജ് കൊല്ല കൊച്ചിൽ വിൽക്കുക പെയിന്റിങ് മെസ്സേജ് വരെ എനിക്കറിയാറ്. പിന്നെ അത് നിർത്തി പിന്നെ വീടുകളുടെ പെയിന്റിങ് ഒക്കെ മതിയാക്കിയേ. പിന്നെ അന്ന് കാശ് കൂടുതൽ കിട്ടണ പണിക്കേ പോകുള്ളൂ. നൈറ്റൊക്കെ ആണെങ്കിൽ 2 വെച്ചൊക്കെ അടിക്കണ പണിക്ക് പോകും. ഇന്ന് രാവിലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഇറങ്ങണത് വരും.
അപ്പോൾ 2 തച്ച് കിട്ടും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു 1500 രൂപ അടുത്ത് കിട്ടും. പെയിന്റിംഗ് ആണോ? അന്ന് 1.5 തച്ച് 2 തച്ചൊക്കെ അടിക്കും വന്നു. അത് 800 രൂപ അന്നത്തെ കൂടി. അപ്പം അതിൽ കൂടി വന്നു തോന്നുന്നു. 800 രൂപ 800. ഞാൻ 30 രൂപ മണിക്കൂർ തുടങ്ങിയ. ഞാൻ ഇപ്പോൾ പോളിഷിന് വേണമെങ്കിൽ ആദ്യം പെയിന്റിംഗ് അല്ല, ആദ്യം ഇപ്പോൾ മറ്റേ വുഡ് പോളിഷിങ് ഫർണിച്ചർ പോളിഷിങ് ആക്കില്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴോ? പഠിച്ചത് വെക്കേഷൻ ടൈമിനൊക്കെ അത്. അപ്പം അതിന് പോയി. എത്ര വയസ്സിൽ? അതൊരു 7-8 പഠിക്കുമ്പോൾ പോകും. 7-8 പഠിക്കുമ്പോൾ പോകും. ആ വെക്കേഷൻ ടൈമിന് പോകും. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ കാശ് കിട്ടിയപ്പോഴേ പഠിക്കാനുള്ളൊരു മടി വന്നു. പൈസ കയ്യിൽ വന്നു, പഠിപ്പിനൊന്നും മടി വന്നു. പൈസ ഇല്ലാതെ. അപ്പം അത് കയ്യിൽ പൈസ വീട്ടിൽ ചോദിക്കാനൊന്നുമില്ലല്ലോ. പൈസ എന്ത് ചെയ്താലും ചോദിക്കൊന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ 2 ആമക്കളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിലെ പ്രശ്നം കൊണ്ടല്ലോ, ചുമ്മാ പൈസക്ക് വേണ്ടിട്ട് പോയെന്നല്ലേ ഉള്ളൂ. വീട്ടിലെ പ്രശ്നമല്ല, വീട്ടിൽ പഠിക്കുന്ന സീനായിരുന്നു. നമുക്ക് ഇത് പഠിക്കാനുള്ള, നമുക്ക് ഈ ഡാൻസും കളിക്കണമെങ്കിൽ നടക്കണം എന്നുള്ള മൂടായിരുന്നു. അതാണ് ജീവിതം എന്നുള്ള മൂടായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് വരെ പോയല്ലോ. 8 വരെ പോയി. 8 വരെ പോയി. മറ്റേ 8 ജയിച്ച് 8 ജയിച്ചില്ല. പിന്നെ 8 ജയിക്കും. 2ാമത്തെ കൊല്ലം പോയി. വീട്ടിൽ പഠിച്ചേ പറ്റുള്ളൂ. 2ാമത്തെ കൊല്ലം നിർബന്ധിച്ച് തന്നെ പറഞ്ഞു വിട്ടു 8 2ാം കൊല്ലം പോവാൻ. ചെന്നപ്പോ അവിടെ ഞാൻ മാത്രം ഹൈറ്റും വൈറ്റും ഒക്കെ ഉള്ള ആള്. ബാക്കിയെല്ലാം ചെറുതുങ്ങളെ. ഞാൻ നോക്കുമ്പോൾ ഞാൻ അപ്പനെ പോലെ, ഞാൻ മക്കളെ പോലെ ഇരിക്കുന്നത് കൂട്ടുകാരന്മാരൊക്കെ. അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അന്ന് പണിക്ക് വരുന്ന അച്ഛനെ കൂടി നിർത്തിക്കോന്ന് പറഞ്ഞു. പറ്റില്ല നിർത്തിക്കോ അച്ഛൻ. പറ്റൂലെങ്കിൽ നിർത്തിക്കോ, പഠിപ്പ് നിർത്തിക്കോ, നീ എൻ്റെ കൂടെ പണിക്കോ. അച്ഛൻ കൽപ്പണിക്കാരനാ. എന്നാ ശരി, കാശ് കിട്ടുമല്ലോ എന്നുള്ള പറഞ്ഞു. പക്ഷെ പുള്ളി പൈസ തരില്ല. പണി പഠിക്കണവരെ നിനക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. പണി പഠിക്കുന്നവരെ അച്ഛൻ തന്നെ പൈസ തന്നില്ല. പുള്ളി അപ്പുറത്തുനിന്ന് മേടിക്കും. പുള്ളി ഓണറിൻ്റെ മേടിക്കും. എനിക്കറിയില്ല. പൊക്കം ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഏജ് തോന്നിക്കുന്നില്ലായിരുന്നല്ലേ? കൊച്ചു പയ്യനാന്ന്. ഏജിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഞാൻ അതൊന്നും ചിന്തിക്കാറൊന്നുമില്ല. ഏജ് ഒരു ഷെയ്ൻ പറഞ്ഞത് കലണ്ടറുള്ള കാരണമല്ല ഏജ് ഒക്കെ ഉള്ളത്. ഷെയ്നിക്കും പറഞ്ഞു നോക്കണ്ടേ, ഒരു ഇന്റർവ്യൂ പറയണ്ട അങ്ങനെ. കലണ്ടറുള്ളതുകൊണ്ടല്ലേ ഏജ് ഒക്കെ തോന്നി പറയണേ. എന്നിട്ട് പിന്നെ ഈ കൽപ്പണിയിൽ അച്ഛൻ പിന്നെ എന്ന് പോലെ കൂലി തന്നു തുടങ്ങി? ഇല്ല, അച്ഛൻ ആ പണിയൊക്കെ വിട്ടു. കൽപ്പണി നമ്മളെ കൊണ്ട് പറ്റൂലെന്ന് മനസ്സിലായി. കഠിനാധ്വാനത്തിനെങ്കിൽ നല്ല പണിയാണ്. എനിക്ക് അച്ഛനൊക്കെ പണിയാൻ നമുക്കറിയാലോ. വെയിലത്ത് നിന്ന് അമ്മ ഉച്ചിലിറങ്ങി തിരിച്ചാണ്. അല്ലാതെ കാശ് എന്നുള്ള പഠിപ്പ് അന്നേരം നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്ന സംഭവം നമുക്ക് അന്ന് ബോധമില്ല. അതൊന്നും ചിന്തിക്കാതില്ല. ഇങ്ങനെ നടക്കുക, പിള്ളേരെല്ലാം ആവശ്യം കൂട്. സിനിമയൊക്കെ കാണാൻ പോകും. സിനിമ പോകും. അന്നത്തെ ടൈമിനൊക്കെ നേരെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ 15 ദിവസം സ്കൂളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂൾ കട്ട് ചെയ്തിട്ടുണ്ട്. വേറെ സിനിമക്ക് പോകും. നേരെ എറണാകുളം തിയേറ്ററിൽ പോകും. ബ്ലാക്ക് അടിക്കും. ടിക്കറ്റ് എടുത്തിട്ടേ ബ്ലാക്കിൽ കൊടുക്കും. ബ്ലാക്കിന് വിൽക്കുന്നു പൈസ ടിക്കറ്റ്. നമ്മൾ പിള്ളേരാവില്ല, യൂണിഫോമിലാണല്ലോ. പൈസയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ പിള്ളേർ കൊണ്ടുവരാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് 10 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും 5-6 പേരൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് ആ പൈസ ടിക്കറ്റ് കുറച്ച് കൊടുത്തിട്ട് വേറെ പൈസ മേടിച്ചിട്ട് നമ്മളെ കാര്യങ്ങളാണ്. ആവശ്യം ഫുഡ് കാര്യങ്ങൾ. സിനിമക്ക് ചോറൊക്കെ ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങണം. ചോറൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കും. എന്ത് ബുക്ക് ചെയ്യുന്നൊരു പേപ്പർ കയറും, കൈ തുടക്കും, അവിടെ നിന്ന് പടം കാണും. ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെന്താ അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ. പിന്നെ 15 ദിവസമൊക്കെ സ്കൂളിൽ കയറാൻ ക്ലാസ് ടീച്ചർ വിളിപ്പിച്ചു അച്ഛനാ. 15 ദിവസം ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതിനോടായിരുന്നു. അതെന്താ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോയിക്കൂടായിരുന്നോ? അതൊക്കെ ഒരു തലതിരിവാണ് ആ ടൈമൊക്കെ. എന്ത് പറയാനാ, അതൊക്കെ അന്നത്തെ ടൈം. അതൊക്കെ ഇപ്പോൾ ഇപ്പൊ നമ്മൾ നടനാകുന്ന പോലും നമുക്ക് ഇപ്പൊ അതുകൊണ്ട് നമ്മ പഠിക്കാത്തോണ്ട് നമ്മ ഇതിപ്പോ ബുദ്ധിമുട്ടുണ്ട്. നമ്മ കഷ്ടപ്പെടണ്ട് പഠിക്കാൻ വേണ്ടി. അതുപോലെ അല്ല 15 ദിവസം ഒരാള് സ്കൂളിൽ ചെന്നില്ലെങ്കിൽ പേര് വെട്ട എന്നുള്ളൊരു ഇതുണ്ട്. അതെ, പക്ഷെ കൂടുതൽ ആരെങ്കിലും 15 ദിവസം ഉണ്ടായിരുന്നോ? കൂടുതൽ എന്റെ സ്കൂളിൽ നിന്ന് ആരുമില്ല. എന്റെ സ്കൂളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരും കൂട്ടത്തിൽ ചീത്താക്കൂല. ആരും കൂട്ടിക്കൊണ്ടു. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടുകാരുടെ സ്ഥലത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. അവനെ ഒരുത്തരം കൂടി കൊണ്ടുപോയി നശിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ വേണ്ടിയതാ. ഞാൻ നമ്മളെ വേണ്ടി പോയി. അത് കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം നമ്മുടെ പനമ്പിള്ളി നഗർ വെസ്റ്റ് സ്കൂളിൽ അവിടെ നിന്നുള്ള പിള്ളേരായിരുന്നു കൂട്ടുകാരൊക്കെ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ വെസ്റ്റ് സ്കൂളിൽ പഠിക്കണം. എന്നെ മാത്രം അത് കാരണം എന്നെ അവിടെ കൊണ്ട് ചേർത്ത് SH ചേർത്തു. എവിടെ ചേർത്തു? SH സെക്രട്ടറി.
സേക്രഡ് ഹാർട്ടില് അതാ മറ്റേ തേവരെ മിക്ക സിനിമകളിലൊക്കെ ഉണ്ട് കോളേജ്. അപ്പൊ അവിടെ എന്നെ ചേർത്ത് ഉമ്മാരെ കൂട്ടത്തിൽ വിട്ടില്ല. അവന്മാരെ പഴപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാണോ? ഇല്ല അവന്മാര് വീട്ടുകാരെ അങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്ത അവന്മാരെല്ലാരും അങ്ങോട്ട് പോയപ്പോ എന്നെ വിട്ടില്ല. ഞാൻ വെസ്റ്റിൽ പോകണമെന്നുള്ള സീനായിരുന്നു. വെസ്റ്റിലേക്ക് വിട്ടില്ല. അവിടെ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട്. ഇവിടെ ഫുട്ബോൾ കളിയല്ല, ബാസ്കറ്റ് കളി. നമുക്ക് ബാസ്കറ്റ് ബോൾ കളി വലിയ താല്പര്യമില്ല. ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ ടീമിലേക്ക് കയറാനുള്ള കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങോട്ട് വിട്ടില്ല. അവിടെ ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ. സ്പോർട്സ് പരമായിട്ടൊക്കെ കയറിയ മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടം കലക്കി കളിയാക്കായിരുന്നു. പന്ത് കളി ഇപ്പത്തെ ജനറേഷനിൽ ആ മൂടൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അവിടെ കണ്ടത്തിക്കളി ക്രിക്കറ്റായിരുന്നു. ഫുട്ബോൾ ഞങ്ങളുടെ നാട്ടിലധികം, ഞങ്ങളുടെ ഗ്രാമത്തിൽ അധികം ഫുട്ബോളില്ല. അത് ഞങ്ങളൊരു കോളനി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വൈകുന്നേരം വല്ല ചെറുതായിട്ട് വല്ല ഫുട്ബോളോ മറ്റേ ഇതെന്താ പറയാ കോരിക്കുത്തുകളി അല്ല ഇങ്ങനെ അടിക്കുന്നത് വോളിബോളാ ഇങ്ങനെ അല്ലല്ല കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് വോളിബോൾ. അതൊക്കെയായിരുന്നു കളികളായിട്ടുണ്ടായിരുന്നു. വോളിബോൾ എനിക്കറിയാം. ചാടലൊന്നും പറ്റില്ല. ജമ്പ് ചെയ്ത കളിക്കളൊക്കെ. ഫുട്ബോൾ ഫുട്ബോൾ അങ്ങാടെ ഇങ്ങനെ തട്ടല്ലേ, ഇത് ചാടി അടിച്ച് ശരീരം അനങ്ങുമല്ലോ. കാല് വെച്ച് ഇങ്ങനെ അല്ല ഫുട്ബോൾ കളിയാ ശരീരം കളിയാ. പക്ഷെ അതിനുശേഷം ഈ 15 ദിവസം സ്കൂളിൽ നിന്ന് വെട്ടാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു സാറ് പറഞ്ഞു ഇവനെ കൊണ്ടേക്ക്, ഇവന് താല്പര്യം നിർത്തിയിട്ട് കാര്യമില്ല. എന്താ നിന്റെ തീരുമാനം? ഞാൻ പണിക്ക് പോകാം. അപ്പൊ സാർ അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഇച്ചിരി വാശിയാണ്. ഞാൻ പണിക്ക് വരാൻ അവൻ നിർത്തണേ നോക്കി. അച്ഛൻ എന്താ പറയാ, അച്ഛൻ എല്ലാം ചെറിയ പിള്ളേരെ എൻ്റെ കൂടെ നടക്കുക. അച്ഛൻ എന്തിനാ നമ്മളെ നിർബന്ധിക്കുക, എല്ലാം ചെറിയ പിള്ളേരെ എൻ്റെ കൂടെ പഠിക്കണമെന്ന് മതി. മനസ്സിലായോ? ഞാനൊക്കെ മീശയൊക്കെ അപ്പൊ പൊടിച്ചു. എനിക്ക് മീശയുള്ള ഞാൻ മാത്രമേ ബാക്കിയെല്ലാം ചെറുതുങ്ങളെ ഞാൻ നിക്കോടാ വേണ്ട. ആദ്യമൊക്കെ അമ്മയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അടുത്ത് നിർത്തുന്നത്. അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. അമ്മ ചങ്കത്തടി നിലവിളി അടിച്ചിട്ടുണ്ടോ സ്കൂളിൽ പോകാൻ പറഞ്ഞു? അടിയൊക്കെ തരും, മരണ അടിയൊക്കെ തരും. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് വൃത്തക്കടല്ലേ കാണിക്കണം. ചേട്ടൻ അനിയനൊക്കെ ഇട്ടല്ല എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടോ. അത് കാരണം അച്ഛൻ ഡീലാക്കാൻ വിളിക്കും. ആ ഡീലാക്കാൻ വിളിക്കണേ തല്ലാനാ വിളിക്കണം. അച്ഛനെത്ര അടിച്ചിട്ടൊക്കെ വരുള്ളൂ. പണിയും കഴിഞ്ഞ് കട്ടപ്പണിയും കഴിഞ്ഞ് തന്നെ വിളി അടിച്ച് ക്ഷീണിച്ച് വരുമ്പോ നമ്മളെ ഈ ഷർട്ട് കാണിക്കണം. പുള്ളി പൊളിയും. പുള്ളിയുടെ പണിയെടുത്ത ക്ഷീണമല്ല നമ്മുടെ മേത്തിട്ട് തീർക്കും പുള്ളി. ആ ദേഷ്യം മൊത്തം ഞാൻ കഷ്ടപ്പെട്ടു കിടക്കാൻ സമ്മതിക്കും. അച്ഛൻ ബേടായിരുന്നു. അച്ഛൻ പട്ടാള ശിക്ഷ തരുള്ളൂ. അതായത് ചങ്ങല തോർത്ത് ചുറ്റിയിട്ടൊക്കെ അടിക്കുള്ളത്. പട്ടിയുടെ ചങ്ങലല്ലേ അതൊക്കെ തോർത്ത് ചുറ്റി അടിക്കും. അങ്ങനത്തെ പണിഷ്മെന്റ് ഒക്കെ പുള്ളി. അങ്ങനത്തെ കുരുത്തക്കട ഞങ്ങൾ കാണിക്കാം ചേട്ടൻ കൂടെ. അതല്ല അങ്ങനെ. പിന്നെ പുള്ളി കഴിഞ്ഞ സ്നേഹം അടിയൊക്കെ കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ഇറച്ചിയും പൊറോട്ട വരുമ്പോ ഇന്നലൊക്കെ വാങ്ങിട്ട് വരും. വൈകുന്നേരം വരുമ്പോ ഇറച്ചി പൊറോട്ട കിട്ടുമല്ലോ. കാരണം ഇത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒന്നരാടം വീട്ടിൽ ഇറച്ചിയും പൊറോട്ട ആയിരുന്നു. നല്ല ഇറച്ചിയും പൊറോട്ട, നല്ല നെയ്ച്ചോറ്. അച്ഛൻ അടിച്ചു പൊട്ടിച്ച് ഇറച്ചി മുഴുവൻ. മട്ടാഞ്ചേരി നല്ല നെയ്ച്ചോറ് കിട്ടുമോ? മട്ടാഞ്ചേരി ഇപ്പോഴും കിട്ടുമോ? നല്ല മട്ടാഞ്ചേരി നെയ്ച്ചോറ് മേടിച്ചിട്ട് അച്ഛൻ അവിടെ പണിക്ക് പോകുന്നു. പുള്ളി അങ്ങനെയൊക്കെ അങ്ങനെ തല്ലണ. പുള്ളി ഫുഡൊക്കെ മേടിച്ചു തരും. നമ്മ കാണിക്കുന്ന കുരുത്തൊക്കെയാണ് പുള്ളിക്ക്. ഒന്നില്ലെങ്കിൽ അയൽവക്കത്തെ എവിടെങ്കിലൊക്കെ കയറി നിൽക്കും. തല്ലാൻ വിളിക്കാൻ വാങ്ങാ ഓടും. ഞാനൊക്കെ അടി രണ്ടെണ്ണം കൊണ്ടുപോകുന്ന പിന്നെ നിൽക്കൂല. ചെറിയ വടിയൊന്നും കൊടുക്കൂല പുള്ളി. ചെറിയ നാല് പോലത്തെ വടിയൊന്നും ഇഷ്ടമല്ല. കൈ പിടിക്കാൻ പറ്റിയ വടിയായിരിക്കും. ഒതുങ്ങണം കയ്യിൽ. അടിയൊക്കെ അടിക്കുള്ളൂ പുള്ളി. അതൊക്കെ എടുത്ത് അടിക്കുള്ളൂ പുള്ളി. അടിച്ചിട്ട് എന്റെ കാലിൽ കമ്പൊക്കെ കയറിയുന്നുണ്ട്. അതിന്റെ ചീള് അങ്ങനെ കയറിയുന്നുണ്ടാ പുള്ളി. അങ്ങനെ അതൊക്കെ മതിയുള്ളൂ. നന്നായി. നമ്മള് ചിലപ്പോ പറയത്തില്ലേ ഇവന്റെ പ്രവൃത്തി കണ്ട കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കുന്നു. പിന്നെ വലുതായി കഴിഞ്ഞ പിന്നെ വലുതായി ഒരുമാതിരിയൊക്കെ അയക്കുന്നപ്പോ പിന്നെ പുള്ളി ഞങ്ങളെ തല്ലിയല്ല. പിന്നെ പറയല് മാത്രമേ പറഞ്ഞിട്ടും കാര്യം മനസ്സിലായുള്ളൂ. ചേട്ടനാണോ ഉള്ളത്? ഇല്ലല്ല അനിയനാണ്. അവൻ കൽപ്പണിക്ക് പോകും. അനിയനുണ്ട്. അച്ഛൻ മരിച്ചുപോയി. കക്ഷി എങ്ങനെയായിരുന്നു? ഡാൻസ് തന്നെയായിരുന്നു? അവൻ അങ്ങനത്തെ ഒന്നുമില്ല. പുള്ളി പഠിക്കാൻ പോവായിരുന്നു അന്നേരം? അല്ല അവനും ഞാനും അവനൊക്കെ 8ാം ക്ലാസ് വരെ പോയിട്ടിരുന്നു. ഞാൻ 8ാം ക്ലാസ് വരെ അവൻ 8ാം ക്ലാസ് വരെ പോയിട്ടിരുന്നു. രണ്ടുപേരും 8ാം ക്ലാസ് നിർത്തി. അവൻ കൽപ്പണിക്ക് പോയി. അവൻ കൽപ്പണിയൊക്കെ പഠിച്ച്
ഞാൻ ഡാൻസിൻ്റെ പുറകെ പോയിട്ട് പണിയൊന്നും കഴിച്ചുള്ളൊന്നും പഠിച്ചില്ല. പിന്നെ അറിയാം ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ പണിയാണ് പെയിൻറ്റിങ്. ഏത് പൊട്ടനും ചെയ്യാം. അത് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത്. അത് പറയുമ്പോൾ ഓർമ്മ വരാൻ പറയാം, ആ കോഡ് ഞാനാ പെയിന്റ് അടിച്ചത്. ഞാൻ അടിച്ചപ്പോഴത്തേനും പെയിന്റ് ആർക്കും ഇപ്പോൾ അല്ല, പെയിന്റ് പഠിക്കാൻ എന്നോട് പറഞ്ഞതെന്നറിയോ ശരണ്യ, അതെ ടിപ്പണിയാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് അടിക്കുമ്പോ അങ്ങോട്ട് പോകുന്നു, മറ്റേ റോളറാണല്ലോ പണ്ട്. അതില്ല റോളർ നേരെ വെച്ച് അറിയില്ലല്ലോ. റോളർ നേരെ അല്ല. ഇപ്പോഴത്തെ പെയിന്റൊക്കെ പാടുണ്ടാവില്ല അടിച്ചാ. ഏത് കൊച്ചിനും വേണം തോണ്ടി വെക്ക, പാടുണ്ടാവില്ല. അതാ ഡ്രൈ ആകുമ്പോ അത് അങ്ങോട്ട് പോകും. പക്ഷെ നേരത്തെയൊക്കെ വൈറ്റ് സിമെന്റിലൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ട്. ആ സാധനമൊക്കെ അടിക്കുമ്പോ ബ്രഷിന്റെ പാടുണ്ടായിരുന്നു. ബ്രഷിന്റെ പാട് നമ്മുടെ കഥകളൊക്കെ ഉണ്ട്. ബ്രഷിന്റെ പാടുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള പെയിന്റിങ് ഏത് ആർക്കും വേണ്ടി അടിക്കാം. ആർക്ക് വേണമെങ്കിലും അടിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അങ്ങനെയല്ല, അതൊക്കെ പറ്റും. എന്താ പറ്റായിള്ളത്? വെറുതെ പോയിട്ട് ഉരുട്ടിട്ടുണ്ട് റോളറൊക്കെ. റോളറിന്റെ പാട്ടിട്ട് പോകും. പയ്യനെ അടിച്ചു പഠിക്കും. ക്ഷമ വേണം, ക്ഷമ വേണം. അല്ലാതെ നമ്മൾ റോഡ് റോളറല്ലല്ലോ. ശരി, ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം. അടുത്ത നമ്മൾ ഇനി അടുത്ത പെയിന്റിങ് വരുന്നുണ്ട്, അപ്പം നോക്കാം. ചേട്ടാ, അതിനുശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ചേട്ടന് പഠിക്കാത്തതിൽ അല്ലെങ്കിൽ അന്ന് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് സിനിമ വന്നതൊക്കെ ശരി, പക്ഷെ നമുക്ക് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളൊരാൾ സംസാരിക്കാനും പിടിക്കാനൊക്കെ അത് നമ്മൾ പഠിക്കണം, കുറേ പഠിക്കാനുണ്ട്. അതങ്ങനെയുള്ള സീനിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാതെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലരും നമ്മുടെ അടുത്ത് അവർക്ക് നമ്മുടെ ലാംഗ്വേജ് ആകുമ്പോൾ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്, നമുക്ക് പഠിക്കാവുന്ന സാധനമാണ് അത്. നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല. നമ്മ ഇതുവരെ ഇംഗ്ലീഷൊന്നും പറഞ്ഞിട്ട് കൂടിയില്ല. കാരണം പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്. പഠിച്ചിരുന്നെങ്കിൽ അല്ല, പഠിക്കുക എന്നുള്ളത് നമ്മൾ ലാംഗ്വേജ് സംസാരിക്കുന്നതിലപ്പുറം നമുക്ക് ഒരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ഇല്ലായ്മ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് വരും, എനിക്ക് ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഫീല്. ഇംഗ്ലീഷ് പറയണം, അതിപ്പം ഇംഗ്ലീഷ് പറയണമല്ല ഞാൻ പറഞ്ഞ, നമുക്കൊരു അത്യാവശ്യം ഒരാളത്തിൽ സംസാരിക്കാൻ ഇതൊക്കെ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അല്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞാൽ കാണാനില്ലല്ലോ. അല്ലെ, ഫോർട്ട് കൊച്ചി പ്രദേശത്തുള്ള കുറച്ച് ഈ മറ്റേ ഗൈഡ്സ് പോലുള്ള ആളുകളെ അവർക്ക് വിദ്യാഭ്യാസം നമുക്കറിയില്ല. ഞാൻ ഇതുവരെ കൊല്ലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു പയ്യനെ പരിചയപ്പെട്ട്. അവൻ ഗൈഡ് അവിടുത്തെ വർക്കലി. അവൻ നല്ലോണം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവൻ പറഞ്ഞു ഞാൻ പഠിക്കാനൊന്നും പോകില്ല. നീ ഇങ്ങനെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം? 5 രൂപ കൊടുത്ത ഇഞ്ചോടി കിട്ടുമെന്ന് ഇംഗ്ലീഷിൻ്റെ. അത് എന്നെ എടുത്ത് പഠിച്ചോന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ ഞാൻ അത് നോക്കി പഠിച്ചത് ഇങ്ങനെ ഇപ്പോൾ സംസാരം. അവനില്ലാത്ത ഫോറിനേഴ്സ് ഇല്ല, പരിചയമില്ലാത്ത. അവനെല്ലാ ലാംഗ്വേജും ഇപ്പോൾ സംസാരിക്കും. ജർമ്മനൊക്കെ സംസാരിക്കും. അത് സംസാരിക്കണമെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വരുന്ന വായിൽ വെച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ് ആവൂല, സംസാരിക്കണം. അല്ല, ഇംഗ്ലീഷ് മാത്രമല്ല, നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ചമ്മലൊക്കെ തോന്നും. നമുക്ക് ആൾക്കാരോട് വിദ്യാഭ്യാസം കുറവാകുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ ബാക്ക് വലിയും ഭയങ്കരമായിട്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണം എവിടെ നെഞ്ചും പിടിച്ച് നിൽക്കണ്ടെങ്കിൽ തീർച്ചയായും എന്നാടാ ഞാൻ ഇന്ന ആടാ എന്ന് പറയാനുള്ള ഒരു കൽപ്പുണ്ടാവും. അപ്പം അത് വേണം. അതിപ്പോ എന്നാ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഷൈൻ ആയിട്ടുള്ള ഒരു ഇത് ആ സിനിമയിലേക്ക് വന്നു. സിനിമയിൽ വരുമ്പോഴാണല്ലോ ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കോമ്പിനേഷൻ അന്ന്? ഷൈൻ ശരിക്കും അന്ന് ശരിക്കും ഷൈനൊക്കെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അവൻ ചെറുതില് അവർക്ക് കുറെ റിയാലിറ്റി ഷോയിലൊക്കെ അറ്റൻഡ് ചെയ്യണ്ടൊക്കെ. അഭിച്ചേട്ടൻ കൊണ്ടവനൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് ഞങ്ങളുടെ ഡാൻസിന് വേണ്ടി അവൻ ഞങ്ങളുടെ പ്രാക്ടീസ് ചെറുതാണ്, ചെക്കനാണ്. അപ്പൊ അവിടെ വെച്ചാൽ അവൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ കാണുന്നത് പടത്തിലാണ് കേൾക്കാൻ. അപ്പൊ ഞാൻ ഒരു ഷൈൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആരാണ്ടോ അവനെ നിനക്ക് പാട്ടേ പറ്റൂല, പണ്ടത്തെ നിനക്ക് ഡാൻസ് പറ്റൂല, നീ നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് നിനക്ക് പറ്റൂല എന്നിട്ട് അങ്ങനെ എന്തോ പറയാം, ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ കാണാൻ സ്റ്റാറായിട്ട് ഞാൻ കാണണം. പിന്നെ കാണാതൊക്കെ മനസ്സിലായ. അപ്പൊ അവന് ആരൊക്കെ അപ്പൊ അവന്റെ പടം ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനായിക്കോളാം, മ്യൂസിക് മനസ്സിലായി. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. തന്നെ ദൈവത്തിന്റെ ഓരോ കളികളാണ് അതൊക്കെ. സിനിമയിലേക്ക് അവർ വന്നു. നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ക്യാമറ വെച്ചപ്പോൾ ഉള്ളൊരു? കുമ്പളങ്ങില് ഫസ്റ്റ് ക്യാമറയിലൊന്നും എനിക്ക് ക്യാമറ ഷൂറൊന്നും എനിക്ക് ഉണ്ടായില്ല, പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ക്യാമറക്ക് മുമ്പിൽ ഒരു 10-20 പേര് ഇങ്ങനെ നമ്മളതിന് നോക്കി ഇപ്പുണ്ട്.
നമ്മളെന്താ ചെയ്യണത്, ക്യാമറ മാത്രമാണ് കൂട്ടത്തിൽ ചീത്ത വിളിക്കാത്തുള്ളൂ. ആരെന്താ ചെയ്യാ, ഇവനെന്താ ചെയ്യാൻ പോണെന്നുള്ളത് നോക്കിക്കണ കുറച്ച് പേരുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്കൊരു പതറി തോന്നി, ഇത്രയും പേരുടെ മുമ്പിലാണല്ലോ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. ക്യാമറ പിന്നെയും പോട്ടെന്ന്, ക്യാമറ നമ്മളൊക്കെ ചിരിക്കാനുള്ള കാണിക്കാനുള്ള കണ്ണടക്കാനുള്ള കാണിക്കാനുള്ള ഒന്നുമില്ല, അവിടെ നിൽക്കണല്ല എക്സ്പ്രഷൻ ഇല്ലല്ലോ. പക്ഷെ ബാക്കിയുള്ളവർ നമ്മുടെ പെർഫോമൻസ് ചിരിക്കും. അങ്ങനെ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ശരിക്കും നാടകീയമായിട്ടുള്ള അഭിനയമായിരുന്നില്ല. അപ്പൊ കട്ട് പറഞ്ഞ് ശ്യാമിൻ്റെ അടുത്ത്, ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ മതിച്ചേൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കും. പുള്ളി കൂളാണ്, ശ്യാമിനെ പോലൊക്കെ തന്നെയാണ്, നല്ല ഡയറക്ടറാണ്. നമ്മൾ ശ്യാമിൻ്റെ അടുത്ത് മച്ചാനെ എന്താ വെച്ചാൽ കബൂറാണോ സീനാണുള്ളത്, കബൂറായിട്ടാണോ അതെ താൻ ഇപ്പോൾ അതെന്താണ് താൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾ നിങ്ങൾ നോക്കിക്കോ മതി. കുറച്ച് താൻ ഇപ്പം സംസാരിക്കണ്ട, താൻ അങ്ങനെ സംസാരിച്ചാൽ മതി. താൻ ഇപ്പം ചെയ്യണത് അഭിനയിക്കണേ, നമുക്ക് അഭിനയം വേണ്ട, താൻ നാച്ചുറലായിട്ട് താൻ സംസാരിക്കുന്ന രീതി തന്നെ ചെയ്തതെന്നുള്ള സീൻ. ഇപ്പോൾ ദിലീഷേട്ടനൊക്കെ വന്നിട്ട് ഇല്ല നീ പേടിക്കാതെ ചെയ്യുന്നുള്ള സീനൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു എന്താ ആട്ടിയെന്നും പറഞ്ഞാൽ അങ്ങോട്ട് തകർത്ത്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഷോട്ട് രണ്ട് ലൈക്കൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ എൻ്റെ ഫസ്റ്റ് ഡയലോഗ് സീൻ. അധികം അവരെ കഷ്ടപ്പെടുത്തില്ല, ഞാനും ഓക്കെ പറഞ്ഞത്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല. എൻ്റെ ഫസ്റ്റ് സീൻ മറ്റേ ഞാനും ഷൈനും കൂടി ആ കടവിൽ കിടക്കണം സീൻ. ബോബി എനിക്ക് ലൈൻ വീണെന്ന് പറയൂലേ, അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. ഈ ഇപ്പം സിനിമ അഭിനയിച്ചു, ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പുള്ളി കടൽ എന്ന് പറഞ്ഞ മണിരത്നം സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതില് കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സീൻസ് എടുത്തിട്ടുള്ളൂ, വെട്ടിക്കളഞ്ഞു. കുറേ സീൻ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ അഭിനയിപ്പിച്ചു. ഇനി അത് സ്ക്രീനിൽ എന്തോരം ഉണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് ഷോ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? പുതിയ അല്ല മറ്റേത് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ഇപ്പം പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ അഭിനയിച്ച കുറച്ച് സീനുകളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഇല്ല. അതിപ്പോൾ എനിക്ക് നമ്മുടെ അടുത്ത് കളയോ എന്നുള്ള സീന് നമുക്കും വരുമല്ലോ, ഇനി നമ്മുടെ ഉണ്ടാവൂലേ. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല എൻ്റെ പടത്തില്. ഷൈൻ്റെ കൂടെ എന്തായാലും ഉണ്ട്. അത് നമുക്ക് സീൻ എടുക്കാൻ പറയാമല്ലോ, ഈ സീനൊന്നും പോകില്ല എന്തായാലും പടത്തിൽ നിന്ന്, നമുക്കറിയാമല്ലോ. എൻ്റെ ഒരു മിക്ക സീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാം ഇങ്ങനെ ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല പടം. പിന്നെ ഏത് വലിയ നായകൻ്റെ അവിടെ വേണമെങ്കിലും ഡ്രിം ചെയ്ത് കുറച്ച് സീൻ പോകും, ടൈം കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ നായകന്റെ എടുത്ത് കളയാൻ പറ്റൂല, അപ്പൊ കളയാൻ പറ്റും നമ്മളെ പോലത്തെ ആൾക്കാരുടെ സീനൊക്കെ ആയിക്കോളും. ചേട്ടാ ഞാൻ വലിയൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. രജനി സാറിന്റെ കൂടെയുള്ള ജയിലറിലെ ആ കൊച്ചിനെ വെട്ടുന്ന സീൻ, രണ്ട് സീന് പിന്നെ ഉള്ളതെന്ന് കാണിക്കുന്ന രജനി കത്തി ഇങ്ങനെ ഇറക്കുന്നത് എന്റെ തല വെട്ടിയാണ്. ചേട്ടന്റെ തല, മറ്റേ ചേട്ടൻ്റെത് മുരുകൻ ചേട്ടൻ്റെത് കത്തി, സോറി ക്ഷമിക്കണം, അതന്നെ ചേട്ടന്റെ തല. എനിക്ക് രണ്ടും കാണാനുള്ള, അതായത് നിങ്ങളെ കൊന്നു എന്നുള്ളത് ഞാൻ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. കാരണം എനിക്കൊന്നും കാണാനുള്ള ശേഷിയില്ലാത്ത ആളാ. എങ്ങനെ ഉണ്ടായിരുന്നു രജനി സാറിന്റെ ഇവിടെ? അതെന്താ പറയാ, മഹാനടനല്ല നമ്മുടെ മുമ്പിൽ. അതന്നെ നമ്മളൊക്കെ ഇങ്ങനെ നമ്മ സ്ക്രീനിൽ കണ്ട് കൈയടിച്ച ആളെ കൂടി നമ്മ അഭിനയിക്കുമ്പോ നിങ്ങനെ ആലോചിക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായി പുള്ളി പോയിരിക്കണേ. ഞാൻ പക്ഷെ പുള്ളിനെ ആ പടം എനിക്ക് സീനെല്ലാം പുള്ളിനെ ചീത്ത പറഞ്ഞ സീനാ പടത്തിൽ. വെറുതെ അതൊന്നും ഡയറക്ടർ പറഞ്ഞിരിക്കണം, നീ പുള്ളിനെ ഹറാസ് ചെയ്യണം കൂടെ, നീ വായി തോന്നുന്നത് പറയാം. ഞാൻ സൊട്ടേന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പുള്ളിനെ, സൊട്ടയായിരുന്നു. അതൊക്കെ ഡയലോഗ് ഇല്ല, സ്വന്തം കൈ നിട്ടണം. ഞാൻ ഇതൊക്കെ ആദ്യം നിന്റെ കൊച്ചിനെ പേരക്കുട്ടിനെ കൊല്ലും, അത് കഴിഞ്ഞിട്ട് അതിലിങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് നിന്റെ അങ്ങനെ കുറെ സീനുണ്ട്. ലാസ്റ്റ് നിന്റെ മരുമോളെ കൊല്ലു എന്നുള്ള സീൻ, മരുമോളെ കൊല്ലൂല എന്നുള്ള മൂടാണ്, വേറെ മൂഡ് കാണിക്കും എന്നുള്ള സീനാ പറയണം. അതിനാണ് അതൊക്കെ അതൊരു ഡയലോഗ്, എനിക്കുള്ള ഡയലോഗാണ് അതൊക്കെ, സ്ക്രിപ്റ്റിനകത്ത് ഉള്ള ഡയലോഗ്. പിന്നെ ബാക്കിയൊക്കെ എന്റെ വായിരിക്കണം തോന്നുന്നു, പുള്ളി മൈൻഡ് ചെയ്ത് പോണല്ലോ അങ്ങനെ. പുള്ളിനെ എങ്ങനെയെങ്കിലും നമ്മൾ ചൊറിഞ്ഞുള്ള സീനാണ്. അപ്പൊ നിനക്ക് എന്താണെന്ന് വെച്ചാൽ വായിൽ വന്നത് തമിഴ് പറയുന്നുള്ള സീന പുള്ളി. ഞാൻ വായന എല്ലാം പുള്ളിനെ പോലെ. അപ്പൊ കട്ട് പറഞ്ഞു, ഒരു സീനെത്തിയപ്പോ കട്ട് പറഞ്ഞു, റിട്ടേൺ അങ്ങ് ആദ്യം തുടങ്ങിയ സ്ഥലത്ത് വന്ന് നിൽക്കണം, റിട്ടേൺ എടുക്കാൻ ഒരു കട്ട് പറഞ്ഞിട്ട് ഒന്നുകൂടി പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നവഴിക്ക് പുള്ളി തമിഴിൽ ഞാൻ പേസാൻ ഇരിക്കേ, നീ എന്നെ തിട്ടിക്കിട്ടിരിക്കല്ലായിരുന്നു. ഞാൻ പറയാ
ഞാൻ നിന്നടുത്ത് മിണ്ടാണ്ടിരിക്കുമ്പോൾ നീ എന്നാ ചീത്ത പറഞ്ഞിരിക്കണല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് എന്നോട് പുള്ളി സംസാരിക്കണേണ്ടത്. ഞാൻ സാറേ ഡയറക്ടറിന് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ലേ, അത് മുമ്പേ ഡയറക്ടർ എന്നെ சொல்றது അത് ശരി, നീ എന്നെ പക്കത. എനിക്ക് വിറയുണ്ട്, കാരണം തമിഴ്നാട്ടിലെ ഒരാളെ പുള്ളിന് തെറി പറയില്ല. മനപ്പൂർവ്വമായിട്ട് ആ സീനിൽ എന്നെ കൊണ്ട് ഇട്ടെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ പേടി, തമിഴ്നാട്ടിൽ പോയി അണ്ണനെ തെറിയും പറയാനുണ്ട്, നമ്മൾക്ക് ഇടി കിട്ടും. പണ്ടൊക്കെ കേട്ടോ സ്ക്രീൻ കുത്തി കീറി പണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ രജനി സാറേടാ നീ തിട്ടിരിക്കുക. തല വെട്ടുമ്പോ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. തല വെട്ടുമ്പോ ഞാൻ തന്നെ ആൾക്കാരുടെ അടുത്ത് ആൾക്കാരൊക്കെ പറഞ്ഞ ഞെട്ടി എന്നുള്ള സീനാ സീനുണ്ട്. നമുക്കറിയാം ഇപ്പൊ തല പോകുന്നുള്ള സീൻ. പക്ഷെ ഓഡിയൻസ് അറിയില്ലല്ലോ. ഇങ്ങനെ വാളെടുക്കണ സീനും തന്നെ രജനാഥ് സാറിനെ ആ പടത്തിന് മേത്ത് കഴിച്ചാണ് ഞാൻ മാത്രം ഷോൾഡറിൽ പിടിക്കണം ഞാൻ മാത്രം ചെയ്തു. ബാക്കിയെല്ലാം പുള്ളി ഫൈറ്റ് ഒന്നും കാണിക്കുള്ളൂ, പുള്ളിയില്ല എല്ലാം ഇടിച്ചു കുട്ടിയ സ്ഥലത്ത് ഇട്ടേക്കണ മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെ പുള്ളിനെ കൂടെ ഉള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലെജൻഡ് ഒരാളെ കൂടി എനിക്ക് അങ്ങനെ കുറെ ഭാഗ്യമുണ്ട്. ഞാൻ ചെയ്ത കുറച്ച് പടങ്ങളെ മോശമുള്ളൂ, ഞാൻ ചെയ്തേക്കുന്ന നല്ല പടങ്ങൾ കുറെ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് നല്ല പടങ്ങൾ എനിക്ക് ചെയ്യാൻ അങ്ങനത്തെ ചേട്ടാ. അതിനകത്ത് ചേട്ടനോട് കുമ്പളങ്ങി പറഞ്ഞ ഇത് ഈ സൈഡ് നോക്കിയ വിനായകന്റെ ലുക്കില്ലെന്ന് വെച്ചോലെ വിനായകൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ ഒന്നും കണ്ടില്ലല്ലോ. വിനായകൻ ചേട്ടൻ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ഞാൻ ആ കൊച്ചിനെ വെട്ടിയിട്ട് അത് മിസ്സായത്, പുള്ളിക്ക് ദേഷ്യം സീനുണ്ട്. അപ്പൊ ആ സമയത്ത് എന്നത് പുള്ളി സാമ്പാറിൽ മുക്കി പിടിക്കാൻ സീൻ, ഫുഡ് കഴിക്കുന്ന ടൈമിന്. അത് നല്ലൊരു സീനായിരുന്നു. പക്ഷെ അത് ഇതുപോലെ പറഞ്ഞില്ല ഡ്രിമ്മായി വിട്ടെന്ന് പറഞ്ഞു പോവോ സ്വാഭാവികം. അങ്ങനെ സീനുണ്ടോ പുള്ളിയുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അത് അല്ല വിനായകൻ ചേട്ടനെ ചെന്നപ്പോ തിരിച്ചറിഞ്ഞായിരുന്നോ? വിനായകൻ ചേട്ടനും കൂടി യൂബിന്റെ പുസ്തകമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. യൂബിന്റെ പുസ്തകം അതിനകത്ത് ഞാൻ അന്ന് സൈഡ് പുള്ളിനെ കൂടെയൊക്കെ അവരുടെ അലോഷിയുടെ ഗ്യാങ്ങിലൊക്കെ നമ്മളുണ്ട്. തോക്കൊക്കെ ഇട്ട് അപ്പുറത്തേക്ക് ഇപ്പുണ്ട്. അവിടെ വെച്ച് തന്നെ അറിയാം. പിന്നെ അല്ലാതെ തന്നെ കലാഭവനിലൊക്കെ അവിടെ വെച്ചൊക്കെ വിനായകൻ ചേട്ടൻ അറിയാം. പിന്നെ പുള്ളി പടത്തിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ലൊക്കേഷനിലൊക്കെ വെച്ചാൽ ആദ്യം കാണുന്നത്. പിന്നെ കാണുന്നത് ജയിലറിലാണ്. അപ്പൊ ഞാനതിന് നമുക്കറിയാവുന്ന ഒരു ആളാണ് പുള്ളിയുടെ കൂടെ ഉള്ളത്. ഞാൻ പുള്ളി അവൻ ഞങ്ങളുടെ അകത്തേക്ക് ക്യാരവന്റെ അകത്തേക്ക് കയറി പോയപ്പോ ഞാൻ അവന്റെ പുറകെ കയറിപ്പോ ചെന്ന് തലയിട്ട് നോക്കുമ്പോൾ പുള്ളിനെ കാണണം. അപ്പൊ തന്നെ ചാടിയാൻ പുറത്തിറങ്ങി. അയ്യോ പുള്ളിയുടെ ക്യാരവനായിരുന്നു അറിഞ്ഞ് അങ്ങനെ സീനായി. പുള്ളിയോട് പുള്ളി വല്ലതും പറഞ്ഞാറാന്നുള്ള സീന. പുള്ളിയോട് ചോദിക്കാതെ പുള്ളിയുടെ ക്യാരവന്റെ അകത്ത് കയറി എന്നെ പറഞ്ഞു ചോദിക്കാൻ അതൊക്കെ സീനായിരുന്നു. അപ്പൊ പുള്ളി അവനോട് ചാടാന്നുള്ള സീനത് അറിയില്ല. അവൻ കുമ്പളങ്ങി അവൻ പറഞ്ഞു ഇന്ന ആളാണത് അവനെ വിളിക്കുന്ന സീൻ. അങ്ങനെ എന്താ നീ ഇറങ്ങിപ്പോയി? ഞാൻ പറയും ചേട്ടൻ കണ്ടതുകൊണ്ട് ഞാൻ പോകുന്നത്, ഞാൻ ആരാന്നറിയാൻ പോലെ കയറാനത്ത് ഇവനെ കണ്ടുകൊണ്ട് കയറി വന്നാൽ പറയാന്നുള്ള സീൻ. ഇവിടെ ഇരിക്കുന്ന കാര്യം ചെയ്യണ്ടേ ഈ പടത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ നിങ്ങളെയൊക്കെ ഓർത്തിട്ട് ഞാൻ അവിടെ നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ അവിടെ നീ ഇവിടെ വന്നേക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കണം. പുള്ളി തിരിച്ചു അങ്ങനെ കുറെ. പുള്ളി 5 ദിവസം ഉണ്ടോ പുള്ളിനെ കൂടി? 5 ദിവസം പുള്ളിനെ കൂടി ആയിരുന്നു സംസാരം കാര്യം. പുള്ളി ഒറ്റക്കാണല്ലോ കൂടെ. പിന്നെ അസിസ്റ്റന്റും പുള്ളി വലിയ ഇതൊന്നുമില്ല, അവളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമേ. പുള്ളിയൊക്കെ ഉള്ളതാ. പുള്ളി അല്ലാതെ നമുക്ക് ഇച്ചിരി ധൈര്യത്തിൽ നമുക്ക് ഒരാളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ എന്നുള്ളത് മൈൻഡാണ്. പുള്ളിയുടെ അടുത്ത് പുള്ളി അപ്പൊ തന്നെ കസേരയൊക്കെ മേടിച്ചിട്ട് ഇരിക്കടാന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, നീ ആർട്ടിസ്റ്റ് നീ ഇരിക്കണോ, നീ ആർട്ടിസ്റ്റ് ഞാൻ അതിന് നിൽക്കണ എന്തിനാണ് ആടെ നിന്റെ അടുത്ത് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ എനിക്ക് അങ്ങനെ റോങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പുള്ളി എല്ലാവരും പറഞ്ഞ പുള്ളി അതാണ് ഇതാന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത് പക്ക നല്ല രീതിയിൽ തന്നെ പുള്ളി സംസാരിച്ചു. അത് നമുക്ക് കൊടുക്കണ പുള്ളി നിങ്ങൾ തിരിച്ചു തരുന്ന സീൻ. അല്ലാതെ എന്റെ വലിയ ആഗ്രഹം കേട്ടോ വിനായകൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കണമെന്ന്. ചോദിച്ചു അവസാനം എന്നോട് പറഞ്ഞു നീ ഇനി ചോദിച്ചാ പുള്ളിയുടെ ഇന്റർവ്യൂ ഒന്നും പുള്ളിക്ക് അങ്ങനെ വലിയ എന്റെ പടത്തിന്റെ നീ എന്നോട് ഇന്റർവ്യൂ നീ കാശ് ഉണ്ടാക്കാനല്ലേ. ശരി ചേട്ടാ എനിക്കൊന്നും പറയാനില്ല. അല്ല പുള്ളി അങ്ങനത്തെ കൂടെ പുള്ളി പ്രമോഷൻ പടത്തിന്റെ പ്രമോഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുക. അത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ കടമയാണല്ലോ. പടം ചെയ്താൽ മാത്രം പോലും ഇപ്പം എൻ്റെ എല്ലാ മറ്റുള്ള ഭാഗങ്ങളും കൂടി ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് പുള്ളി ഇന്റർവ്യൂ അല്ലാതെ എനിക്ക് ഞാൻ ഇങ്ങനെ വെറുതെ ഇന്റർവ്യൂ കൊടുക്കണേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് സങ്കടം മലയാളം ഇതുവരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയുള്ളൂ. എനിക്ക് കുമ്പളങ്ങി എന്നുള്ളതിന് നല്ലൊരു പടം മലയാളം നിങ്ങളെയൊക്കെ വെച്ചിട്ട് ഇനി എഴുതണ്ടേ, നല്ലൊരു ക്യാരക്ടർ വേണ്ടേ. ഇപ്പൊ നമ്മളും പിന്നെ പണ്ടൊക്കെ ആൾക്കാർ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം ആരുടെ പോയി ഡയറക്ടർമാരെ അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ ഓഫീസിലൊന്നും പോയി കാണാം. അതൊക്കെ ശരിക്കും പോയി കാണണമെന്നല്ലല്ലോ പറയണം. എല്ലാവരുടെ അടുത്ത് പോകണം, ചാൻസ് ചോദിക്കണം, അതിനൊന്നൊരു മടി കാണിക്കണം. നല്ലത് നമ്മളറിയണ ആൾക്കാർ പറഞ്ഞു
ചോദിക്കണത് ഒരു വാക്കല്ലേ പോകണത്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് ഈ പടത്തിന്റെ? പടത്തിന് ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് നന്നായിരുന്നു കുറേ. എനിക്ക് അവിടെ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടണം. ഹൈദരാബാദിൽ നിന്ന് കുറേ പേര് എന്നെ വിളിച്ച് പടത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർ. അല്ല, ഇവിടെ മലയാളത്തിൽ നിന്ന് കൂട്ടുകാരല്ലാണ്ട് സിനിമയിൽ നിന്ന് വേറെ ആരും വിളിച്ചില്ല? മലയാളത്തിൽ വേറെ ആരും വിളിച്ചു, ഫ്രണ്ട്സൊക്കെ മാത്രമേ വിളിച്ചത്. കാരണം ഇവിടെ മലയാള ഓഡിയൻസ് ഇത് കണ്ടിട്ടുണ്ടാവും, അവര് കേട്ടറിഞ്ഞൊക്കെ വരണ്ടേ. പടം ഇന്നലെ ഇറങ്ങിയത്. ഞാൻ ആൾക്കാർ ഓഡിയൻസ് കയറട്ടെ, നമ്മളൊക്കെ എല്ലാവരും പ്രൊമോഷൻ ഇവിടെ നടത്തിയില്ലല്ലോ അല്ലേ? പ്രൊമോഷൻ ഇവിടെ ഇല്ല. അവര് നമ്മുടെ ഇവിടെ ശരിക്കും പ്രൊമോഷൻ കൊടുക്കാൻ അവർക്ക് വരാറ്, എല്ലായിടത്തും പോയവര്. എന്നിട്ട് ഇവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടെ ഇല്ല എന്നുള്ളത്. ഷിബിൻ എന്ന് പറഞ്ഞൊരു ആക്ടറെ കൂടി ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ. ഞാൻ അവൻ ലോഗയിലുണ്ട്. ലോഗയില് ശ്രദ്ധിച്ചെന്ന് പറയാൻ പോലെ ഈ അവരുടെ റൂം കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവന് വേറൊരു മലയാളി പടത്തിൽ അഭിനയിച്ചത് അവന്. ആണോ? ഈ ഉറങ്ങുന്ന സീനില് അത് മാത്രമല്ലേ ഉള്ളൂ. ലോകയിൽ അവൻ ആ സീൻ കണ്ടിട്ടാണ് അവൻ ആ പടത്തിലേക്ക്. ഓ, അതിൽ മറ്റേ ബോൾ എറിയുന്ന ബൗളറായിട്ട് അല്ലേ? പക്ഷെ അവനെ കണ്ടാ നമുക്ക് ആ ലുക്കില് വേറെ കൺട്രി അവന്റെ പ്രൊഫൈൽ പോയി കയറി നോക്കിയോ ഇൻസ്റ്റയിൽ, അവൻ നല്ല മോഡലാണ്. അവന്റെ മോഡലിങ് അവനും ഫോട്ടോസൊക്കെ നമുക്ക് ഇടിഞ്ഞ് എടുത്ത് വെച്ചാൽ ഫോട്ടോസൊക്കെ ആണല്ലേ? അവന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ചേട്ടന്? ഈ ഒരു സിനിമ മേഖലയെന്ന് ബന്ധപ്പെട്ട് എവിടെ എന്തെങ്കിലും സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുവരെ എങ്ങനെയാണ് ഇനാഗ്രേഷൻസ്? എന്നെ വിളിച്ചായിരുന്നു, ഞാൻ വിളിച്ച 2-3 പേരുടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറെ പേരുടെ ഞാൻ ഒഴിവാക്കും. സ്വാഭാവികമാണല്ലോ. ഞാൻ അത്യാവശ്യം നമ്മൾ പോയി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ പോയി ചെയ്ത് കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ പേയ്മെന്റ് മേടിക്കും, ചിലപ്പോൾ പേയ്മെന്റ് മേടിക്കും. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പേയ്മെന്റ് ഒന്നും അധികം പറയാറില്ല. ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ കോളേജിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഞാൻ കുമ്പളങ്ങി നൈസൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജയിലറാണ്. കുമ്പളങ്ങി നൈസ് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇങ്ങനെ സംഭവം വന്നു. ഇങ്ങനെയാണ് കാസർഗോഡ് കണ്ട ഒരു കോളേജിൽ, ഒരു മെഡിസിൻ്റെ ഒരു കോളേജാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് റൂമൊക്കെ എടുത്ത് തന്നു. ഞാൻ അവിടെ പോയി ഫ്രഷായ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഒരു ഇന്നോവ വന്നു നിന്ന് ഇന്നോവയിൽ കയറി കോളേജിൽ വായിക്കുമ്പോൾ നിറച്ചും പെമ്പിള്ളേരിങ്ങനെ റോസാപ്പൂവൊക്കെ ഇട്ട്. ഞാനിത് പണ്ടാണ് ആദ്യത്തെ കിളി പോയി. നമ്മൾ അതാണ് നമുക്കൊക്കെ ഇത്രയും വാല്യൂണ്ടെന്ന് വെച്ചാണ്. കുറെ പിള്ളേർ നിന്നിട്ട് നമ്മളാ പൂ വന്നിട്ട് ബൊക്കെയൊക്കെ തന്നു. പ്രിൻസിപ്പളിന്റെ റൂമിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കോളേജിൽ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയി ആദ്യമേ നിർത്തോളൂ നമ്മളെ. ഞാൻ അകത്തേക്ക് കയറ്റാറില്ല അവളെപ്പോഴും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു എച്ചമ്മന്റെ റൂമിൽ കയറിയിട്ട് പുള്ളിയാണ് ഭയങ്കര കൂളായിട്ടൊരു എച്ചമ്മ. പുള്ളിയുടെ നമ്പർ എൻ്റെ പോട്ടെ. ഞാൻ സിഗരറ്റ് ഞാൻ അവിടെ എച്ചമ്മനൊന്നും ചോദിച്ചു പോയിട്ട് ഇവിടെ സിഗരറ്റ് ഒരിക്കാൻ സ്ഥലം ഉണ്ടാകുന്ന വെച്ച് പുള്ളിയെ ചിരിക്കണ്. പുള്ളി അവിടെ ബാത്റൂം ഉണ്ട്, നീ അവിടെ പോയി വിളിച്ചോളാം. പുള്ളി ഞാൻ വന്നപ്പോൾ പുള്ളി ഡോക്ടർ അങ്ങനെ എന്തോ മെഡിസിൻ്റെ എന്തോ പഠിപ്പിക്കണ ഡോക്ടറാണ്. അപ്പോൾ നീ ആക്ടറല്ലേ, നീ വടിയൊക്കെ കുറക്കാന്നുള്ളത്. ഞാൻ മനസ്സിൽ കുറക്കാതെ ഡോക്ടറെ കുറക്കാം, ഇനി നമ്മൾക്ക് അമ്മയ്ക്ക് കാണുമ്പോൾ വലിയ ഉണ്ടാവില്ല. പുള്ളി ഓക്കെ, അപ്പം ഇനി നമുക്ക് കാണുമ്പോൾ നീ വലിക്കരുത്, വലിയ നിർത്തിയിരിക്കണം. പക്ഷെ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് യൂസ്ഡ് ആവും, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ചേട്ടാ, ബോഡി ഷേവിങ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആരാ ബോഡി ഷേവ്? നമ്മളെ അങ്ങനെയൊന്നും ബോഡി ഷേവിങ് അപ്പം അടിച്ച് പൊളിക്കുന്നതല്ല. നമ്മളെയൊക്കെ ആരെങ്കിലും ചെയ്യോ ബോഡി ഷേവിങ് ചെയ്യാൻ പറ്റും? സിനിമയിലൊക്കെ ഇങ്ങനെ ഡയലോഗിൽ വരാമെന്നല്ലാതെ അല്ലാതെ എന്നെ നിർത്തിയിട്ട് അങ്ങനെ നമ്മളൊന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ആരും വേറെ ഒന്നും ഉപദ്രവിക്കാൻ പോകണല്ലോ. നമ്മളെ വിളിച്ച് നിർത്തിയിട്ട് വരുത്ത ബോഡി ഷേവിങ് ചെയ്യും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, സത്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ഇത് അങ്ങനത്തെ പടത്തിലൊക്കെ മാത്രമുണ്ട്. അതിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ സംഭവമല്ല, നമ്മ ആ ഒരു ഇത് കണ്ടതാണ്. അമ്മ അതിലൊക്കെ നമുക്ക് ഒന്നും വരാനില്ല. അങ്ങനെ നല്ല ചിന്തിക്കണേ, അങ്ങനെ ചിന്തിച്ചോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ചിന്ത, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. അപ്പോൾ എന്താണെങ്കിലും ചേട്ടാ, ഈ വൈകിയ വേളയിൽ എന്നെ പേടിച്ച് ഇത്രയും നാളും ഇന്റർവ്യൂവിന് വരാതിരുന്നു. പേടിച്ചിട്ടൊന്നുമല്ല, സമയ സാഹചര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. എനിക്ക് കിട്ടേണ്ട സമയത്ത് ഞാൻ മറ്റുള്ളതൊക്കെ മറ്റുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെനിക്കെന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു
ചേട്ടൻ്റെ നല്ല പ്ലസ്സിൽ നിൽക്കുന്ന ഒരു സമയം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മക്കളെ ചോദിച്ചെന്ന് പറയുക, പറ്റിച്ചതിനോട് ചേച്ചിയോട് ഞാൻ പിണക്കമാണ്, ക്ഷമിക്കുകയേ ഇല്ലെന്ന് പറയുക. അത് അങ്ങനെയൊന്നും മറിച്ച് മടിയൊക്കെ ആളാണ്. പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് മഴയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആള് പണിയൊക്കെ കഴിഞ്ഞ് ടയർഡാണ്. ഇപ്പൊ എന്താണെങ്കിലും ഇവിടെ വന്നതിന്, ഞങ്ങളുടെ ചാനലിൽ കുറച്ച് നേരം സംസാരിച്ചതിന്, ലൈഫിൽ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സുകൾ ഭയങ്കര ഫണ്ണി ആയിട്ട് എടുത്ത് സംസാരിച്ചതിന് തന്നെ ഭയങ്കര സന്തോഷം ചേട്ടാ. താങ്ക് യു. എന്നെ വിളിച്ചതിനും ഇത്ര നേരം നമ്മ സംസാരിച്ചതിന് വലിയ താങ്ക്സ്. എന്തായാലും ഇത്ര നാളൊന്നും ഡിലേ ചെയ്തതിന് സോറി. ഇനി കുറെ നാളായില്ല എന്നെ വിളിക്കുന്ന ഇന്റർവ്യൂവിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരവസരം തരാം. ഇപ്പൊ എല്ലാം പറഞ്ഞത് തന്നെയല്ലേ പിന്നെയും പറയാൻ. അല്ല ഇപ്പൊ വേറെ കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇപ്പൊ നേരത്തേക്ക് ആണെങ്കിൽ കുറെ കണ്ടോ കുമ്പളങ്ങ നൈസ് അതൊക്കെ അല്ലേ ചോദിക്കുക. അതിനെപ്പറ്റി ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കുറെ. പുതിയത് എന്തെങ്കിലും ആട്ടെ എന്ന് ഓർത്ത് അങ്ങനെ. ശരി ചേട്ടാ. താങ്ക് യു. എന്തായാലും നമസ്കാരം.